നേരം വെളുത്ത് സൂര്യൻ ജനാലയ്ക്കലെത്തിയിട്ടും കിരണിന്റെ മുറിയിൽ അപ്പോഴും രാത്രിയായിരുന്നു. ജനാലകളെല്ലാം അടച്ച് കട്ടി കർട്ടൻ ഇട്ടിരുന്നത് കൊണ്ട് തന്നെ പുറത്തെ വെളിച്ചം അവിടേക്ക് എത്തിയിരുന്നില്ല. മുറിക്കുള്ളിലാകെ മദ്യത്തിന്റെ ഒരു പ്രത്യേക ഗന്ധം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. തലേന്ന് രാത്രി കൂട്ടുകാരോടൊപ്പം അടിച്ചു പൊളിച്ചതിന്റെ ബാക്കി പത്രമായി കുറെ കുപ്പികൾ മൂലയിൽ കിടപ്പുണ്ട്. പെട്ടെന്നാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മുറിയുടെ വാതിലിൽ ഒരു മുട്ടൽ കേട്ടത്. ആദ്യം പതുക്കെയായിരുന്നു, പിന്നെ അതിന്റെ ശബ്ദം കൂടി വന്നു. എടാ കിരണ, എഴുന്നേൽക്ക് മോനെ, നേരം എത്രയായെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? എടാ വാതിലൊന്ന് തുറക്ക്. അമ്മ സരസ്വതിയുടെ ശബ്ദമായിരുന്നു അത്. ആ വിളി കേട്ടെങ്കിലും കിരണിന്റെ തലയ്ക്കുള്ളിൽ 1000 ആനകൾ ഓടുന്നത് പോലെ ഒരു ഭാരമാണ് അനുഭവപ്പെട്ടത്. അവൻ കണ്ണുകൾ പതുക്കെ ഒന്ന് തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ പറ്റിയില്ല. കൺപോളകൾക്ക് വല്ലാത്ത കട്ടി തോന്നുന്നു. തലേന്നടിച്ച മദ്യത്തിന്റെ ലഹരി അവനെ അപ്പോഴും വിട്ടുപോയിരുന്നില്ല. അവൻ പതുക്കെ പുതപ്പിനുള്ളിലേക്ക് മുഖം ഒളിപ്പിച്ചു. പുറത്തപ്പോഴും അമ്മയുടെ വിളി നിന്നിരുന്നില്ല. കിരണെ, നീ ഒന്ന് വാതില് തുറക്ക്. പുറത്ത് പന്തലിൽ ആളുകൾ വന്നു തുടങ്ങി. എല്ലാവരും നിന്നെ തിരക്കുന്നുണ്ട്. അമ്മാവനും അച്ഛനും ഒക്കെ ദേഷ്യത്തിലാണ്. നീ ഇങ്ങനെ കിടന്നാ ഞാൻ എന്ത് പറയും? അമ്മയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അമ്മയുടെ കരച്ചിൽ കലർന്ന ശബ്ദം കേട്ടപ്പോൾ കിരണിന്റെ മനസ്സിൽ ചെറിയൊരു അസ്വസ്ഥത തോന്നി. അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു തളർച്ച. അവൻ എങ്ങനെയൊക്കെയോ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് തപ്പിത്തടഞ്ഞ് വാതിലിനടുത്തേക്ക് നടന്നു. മുറിയിലുണ്ടായിരുന്ന ഒരു കസേരയിൽ തട്ടി അവൻ വീഴാൻ പോയെങ്കിലും എങ്ങനെയോ ബാലൻസ് ചെയ്തു. പതുക്കെ അവൻ വാതിലിന്റെ കുറ്റി നീക്കി. വാതിൽ തുറന്നതും പുറത്തെ വെളിച്ചം അവന്റെ കണ്ണുകളിലേക്ക് തുളച്ചു കയറി. അവൻ കൈകൾ കൊണ്ട് കണ്ണു പൊത്തി. മുന്നിൽ നിൽക്കുന്ന അമ്മയെ കാണാൻ പോലും അവന് കുറച്ച് സമയമെടുത്തു. അമ്മ സരസ്വതിയുടെ മുഖം വാടി തളർന്നിരുന്നു. കണ്ണുകൾ കരഞ്ഞു ചുവന്നിട്ടുണ്ട്. മകന്റെ കോലം കണ്ടതും അവരുടെ നെഞ്ചു പിടഞ്ഞു. അവന്റെ കണ്ണുകളാകെ കുഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. മുടിയാകെ അലങ്കോലമായി കിടക്കുന്നു. നിനക്ക് എന്തിന്റെ കേടാടാ കിരണേ? അമ്മ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. ഇന്നാണോ നിനക്ക് ഇങ്ങനെ കുടിക്കേണ്ടത്? ഇന്നത്തെ ദിവസമെങ്കിലും നിനക്കിതൊന്ന് ഒഴിവാക്കാമായിരുന്നില്ലേ? പുറത്ത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എത്തിക്കഴിഞ്ഞു. എല്ലാവരും ചോദിക്കുന്നത് നീ എവിടെയെന്നാണ്. അവരുടെയൊക്കെ ഇടയിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നിൽക്കും? അമ്മ പറഞ്ഞപ്പോൾ കിരൺ ഭിത്തിയിൽ ചാരി നിന്ന് തലയ്ക്ക് കൈകൊടുത്തു. എന്തിനാ അമ്മ ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഞാനൊന്ന് ഉറങ്ങിപ്പോയി. അതിത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ. അവൻ വിക്കി പറഞ്ഞു. അതല്ലടാ, ഇന്നലെ രാത്രി നീ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന് നിനക്ക് വല്ല ഓർമ്മയുമുണ്ടോ? അമ്മ ദേഷ്യത്തോടെ ചോദിച്ചു. കിരൺ അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കി. ഒന്നും ഓർമ്മ വരുന്നില്ല. ഒരു നിഴല് പോലും ഒന്നും ഓർമ്മയിൽ വരുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? അവൻ നിഷ്കളങ്കമായി ചോദിച്ചു. നീ എന്ത് ചെയ്തില്ല എന്നല്ലേ ചോദിക്കേണ്ടത്? അമ്മ തുടർന്നു. കൂട്ടുകാരുടെ കൂടെ ഇവിടെ മുറ്റത്തിരുന്ന് മദ്യപിച്ചത് പോരാഞ്ഞ് അയൽപ്പക്കത്തെ ദാസേട്ടനോടും സുകുമാരേട്ടനോടും ഒക്കെ നീ കയർത്തു സംസാരിച്ചു. അവരൊക്കെ നിന്റെ അച്ഛന്റെ പ്രായമുള്ളവരല്ലേടാ. നാട്ടുകാരൊക്കെ ഓരോന്ന് പറയുന്നത് കേട്ട് എന്റെ ചങ്ക് തകരുകയാണ്. കയറി വരുന്ന ആ പാവം പെൺകുട്ടിയുടെ കാര്യം ഓർത്താണ് എല്ലാവർക്കും സങ്കടം. അവളുടെ ജീവിതം എന്താകുമോ എന്ന് എല്ലാവരും അടക്കം പറയുന്നുണ്ട്. അമ്മ പറയുന്നത് കേട്ട് കിരൺ ഒന്നും മിണ്ടാതെ നിന്നു. അവന് സത്യത്തിൽ പേടി തോന്നി തുടങ്ങിയിരുന്നു. താൻ ഇന്നലെ അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? തനിക്കിതൊന്നും ഓർമ്മ വരാത്തത് എന്താണ്? സ്നേഹിച്ച പെണ്ണ് ജാതിയുടെ പേര് പറഞ്ഞ് തന്നെ ഒഴിവാക്കിയ വിഷമത്തിൽ ഒന്ന് കുടിച്ചു എന്നല്ലാതെ മറ്റൊന്നും അവന്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല. വേഗം പോയി കുളിക്ക്. അധികം താമസിക്കാതെ അമ്മാവൻ ഇങ്ങോട്ട് കയറി വരും. അദ്ദേഹം നിന്നെ ഈ കോലത്തിൽ കണ്ടാൽ നീ വിവരമറിയും. ഈ കല്യാണത്തിന് നിനക്ക് താല്പര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പെൺകുട്ടിയെയും ഞങ്ങളെയും കൂടി നീ ഒന്ന് ഓർക്കണമായിരുന്നു. അമ്മ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. കിരൺ തല കുനിച്ചു നിന്നു. മുറ്റത്താരോ ഉറക്കെ ചിരിക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. താൻ ചെയ്ത തെറ്റുകൾ ആളുകൾ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണെന്ന് അവന് മനസ്സിലായി. സ്നേഹിച്ച പെണ്ണിന്റെ ഓർമ്മകളും ഇപ്പോൾ വന്നു ചേർന്ന ആ ദുരവസ്ഥയും കൂടി അവന്റെ തലയെ ഒരു ഭ്രാന്താലയം പോലെ ആക്കി മാറ്റിയിരുന്നു. അമ്മയോട് സംസാരിച്ച് കിരൺ അവിടെ തന്നെ നിൽക്കുമ്പോഴാണ് അച്ഛൻ അങ്ങോട്ട് വരുന്നത്. അച്ഛൻ രാഘവൻ പണ്ടേ അല്പം ഗൗരവക്കാരനാണ്. പന്തലിൽ വന്ന ബന്ധുക്കളോടൊക്കെ ചിരിച്ച് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ മോനെക്കുറിച്ചുള്ള ആദ്യ കലശലായിരുന്നു. അവനെ പുറത്തേക്ക് കാണാഞ്ഞ് തിരക്കി വന്നതാണ് അദ്ദേഹം. പക്ഷേ മുറിക്ക് മുന്നിൽ ആകെ അലങ്കോലമായി നിൽക്കുന്ന കിരണിനെ കണ്ടതും അച്ഛന്റെ നിയന്ത്രണം വിട്ടു. നീ ഇതെന്ത് കോലമാടാ കിരണേ? അച്ഛൻ പല്ല് ഞെരിച്ചുകൊണ്ട് ചോദിച്ചു. നീ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി റെഡിയായി ഇരിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. നേരം 9 ആകുന്നു. മുഹൂർത്തം അടുത്തെത്തി. പുറത്ത് പന്തലിൽ ബന്ധുക്കളും നാട്ടുകാരും നിറഞ്ഞിരിക്കുകയാണ്. പെണ്ണും വീട്ടുകാരും ഇപ്പോൾ മണ്ഡപത്തിലെത്തും. ഈ സമയത്താണോ നീ ഇങ്ങനെ പാതി ബോധമില്ലാതെ ഭിത്തിയിൽ ചാരി നിൽക്കുന്നത്? കിരൺ അപ്പോൾ അച്ഛന്റെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യമില്ലാതെ തല കുനിച്ചു. അവന്റെ തലയ്ക്കുള്ളിൽ അപ്പോഴും ഒരു ഭാരം തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അപ്പോൾ ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അച്ഛാ, എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്ന് അച്ഛൻ അറിയില്ലേ? എനിക്ക് ആകെ മടുത്തു നിൽക്കുകയാണ്. മനസ്സിനൊരു സുഖവുമില്ല. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റൂ. അച്ഛൻ അപ്പോൾ അവന്റെ അരികിലേക്ക് നടന്നു വന്നു. അച്ഛന്റെ കണ്ണുകളിൽ ദേഷ്യവും സങ്കടവും നിറഞ്ഞിരുന്നു.
താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ലോകത്തെല്ലാവരും അവർ ആഗ്രഹിക്കുന്ന ആളെ തന്നെയാണോ കെട്ടുന്നത്? എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചതാണ്. ഒരു പാവം കുട്ടിയുടെ ജീവിതമാണ് ഇതിനപ്പുറത്തുള്ളത്. നീ കാണിക്കുന്ന മണ്ടത്തരത്തിന് അവൾ എന്ത് പിയച്ചു? കിരണിന്റെ കണ്ണുകൾ അപ്പോൾ പതുക്കെ നിറയാൻ തുടങ്ങി. അവൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, എനിക്ക് എന്റെ അശ്വതിയെ മറക്കാൻ കഴിയുന്നില്ല അച്ഛാ. അവളല്ലാതെ മറ്റൊരു പെണ്ണിനെ ആ സ്ഥാനത്ത് കാണാൻ എനിക്ക് പറ്റുന്നില്ല. അവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ അശ്വതിയുടെ പേര് കേട്ടതും അച്ഛന്റെ ദേഷ്യം ഇരട്ടിച്ചു. അമ്മ സരസ്വതി മോന്റെ കൈകളിൽ പതുക്കെ പിടിച്ചു. അച്ഛൻ അപ്പോൾ ശബ്ദം താഴ്ത്തിയാണെങ്കിലും കടുപ്പത്തിൽ പറഞ്ഞു, ഓ അവന്റെ ഒരു അശ്വതി. എടാ, നീ എന്തിനാ ഇപ്പോഴും ആ പേരും പറഞ്ഞ് നടക്കുന്നത്? നീ അവളെ പോയി വിളിച്ചതല്ലേടാ? എന്റെ കൂടെ ഇറങ്ങി വാ, നമുക്ക് ജീവിക്കാമെന്ന് നീ അവളോട് എത്ര തവണ കെഞ്ചി ചോദിച്ചതാ? അന്ന് അവൾ എന്താ പറഞ്ഞത്? നീ ബ്രാഹ്മണനല്ലെന്നും നിന്റെ കൂടെ വന്നാൽ അവളുടെ വീട്ടുകാർക്ക് നാണക്കേടാകുമെന്നും പറഞ്ഞ് നിന്നെ അവള് പച്ചയ്ക്ക് തള്ളിക്കളഞ്ഞില്ലേ? നിന്റെ സ്നേഹത്തേക്കാൾ വലുത് അവൾക്ക് അവളുടെ ജാതിയും തറവാട്ട് മഹിമയുമാണെന്ന് അന്ന് നിനക്ക് മനസ്സിലായില്ലേ? അമ്മയും അപ്പോൾ അച്ഛന്റെ വാക്കുകളെ ശരിവെച്ചു. അതെ മോനെ, നിന്നെ വേണ്ടെന്ന് വെച്ചു പോയ ഒരാൾക്ക് വേണ്ടി നീ എന്തിനാ നിന്റെ ജീവിതം ഇങ്ങനെ തല്ലിക്കെടുത്തുന്നത്? അവൾ അവളുടെ വീട്ടുകാര് പറയുന്ന ആളെ കെട്ടി സുഖമായി ജീവിക്കും. പക്ഷെ നീ നോക്കിയേ, നിന്നെ സ്നേഹിക്കുന്ന ഞങ്ങളെയും ഇപ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പാവം കുട്ടിയെയും നീ ഒന്ന് ഓർത്തു നോക്ക്. അവൾ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാടാ. അവളുടെ വീട്ടുകാർക്ക് നിന്നെ വലിയ കാര്യമാണ്. ഈ കുടിയും വഴക്കുമൊക്കെ അറിഞ്ഞാൽ ആ കുട്ടിയുടെ അവസ്ഥ എന്താകും? കിരൺ ഒന്നും മിണ്ടാതെ നിന്നു. അച്ഛൻ പറഞ്ഞ ഓരോ വാക്കും സത്യമാണെന്ന് അവൻ അറിയാമായിരുന്നു. തന്നേക്കാൾ കൂടുതൽ അവളുടെ ജാതിമഹിമ നോക്കിയ അശ്വതിക്ക് വേണ്ടി താൻ എന്തിനാണ് ഇങ്ങനെ ഉരുകുന്നതെന്ന് അവൻ പലവട്ടം ആലോചിച്ചതാണ്. പക്ഷേ മനസ്സിപ്പോഴും പണ്ടത്തെ ആ ഓർമ്മകളിൽ തങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് കിരണിന്റെ അടുത്ത കൂട്ടുകാരായ വിപിനും രാഹുലും അങ്ങോട്ട് വന്നത്. അവർ കല്യാണത്തിനായി നേരത്തെ എത്തിയതാണ്. കിരൺ ഇതുവരെ ഇറങ്ങിയില്ലെന്നറിഞ്ഞപ്പോൾ അങ്ങോട്ട് ഓടി വന്നതാണ്. അങ്കിൾ വിഷമിക്കണ്ട, വിപിൻ അച്ഛനെ സമാധാനിപ്പിച്ചു. ഇവനെ ഞങ്ങൾ 10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കാം. ഇവൻ ഇപ്പോ വേറെ ഒരു മൂഡിലല്ലേ, ഞങ്ങൾ സംസാരിച്ചോളാം. അച്ഛൻ അപ്പോൾ അവരെ നോക്കി ഒന്ന് നെടുവീർപ്പിട്ടു. നിങ്ങൾ വന്നത് നന്നായി. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി താഴേക്ക് ഇറക്ക്. കുറെ നേരമായി ഞങ്ങൾ പറയുന്നു. അധികം ബഹളം ഉണ്ടാക്കാതെ നോക്കണം. ആരും ഒന്നും അറിയണ്ട. വേഗം ഇവനെ ഒന്ന് ഒരുക്കിയെടുക്ക്. ആ മദ്യത്തിന്റെ മണമൊന്നും പുറത്ത് ആളുകൾ അറിയില്ലെന്ന് ഉറപ്പുവരുത്തണം. അമ്മയും അച്ഛനും സങ്കടമുള്ളിലൊതുക്കി പതുക്കെ താഴേക്ക് പോയി. വിപിനും രാഹുലും കൂടി അപ്പോൾ കിരണിനെ മുറിക്കുള്ളിലേക്ക് പിടിച്ചു കയറ്റി. എടാ കിരണേ, നീ ഇതെന്ത് പണിയാ കാണിക്കുന്നത്? രാഹുൽ ചോദിച്ചു. ഡാ, ഇന്ന് നിന്റെ കല്യാണമാണ്. പഴയതൊക്കെ അവിടെ തീർന്നു. ആ അശ്വതി പോയത് നന്നായെന്ന് കരുതിയാൽ മതി. നിന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കയറി വരുന്നത്. വാ, വേഗം പോയി കുളിക്കി. വിപിൻ അവനെ ബാത്റൂമിലേക്ക് തള്ളിവിട്ടു. കിരൺ കണ്ണാടിയിൽ സ്വന്തം മുഖം ഒന്ന് നോക്കി. ആ മുഖത്ത് തെളിഞ്ഞു കണ്ടത് ഒരു തോറ്റവന്റെ ഭാവമായിരുന്നു. സ്നേഹിച്ച പെണ്ണിന്റെ ഓർമ്മകളും ഇഷ്ടമില്ലാത്ത ആ വിവാഹവും അവനെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ വെള്ളം തലയിലൂടെ ഒഴിച്ചു. ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കിരണിന്റെ ഉള്ള ആകെ ഒന്ന് തണുത്തിരുന്നു. പക്ഷേ തലവേദന അപ്പോഴും ഒരു വശത്ത് വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടായിരുന്നു. വിപിനും രാഹുലും കൂടി അവനെ കട്ടിലിൽ പിടിച്ചിരുത്തി. ഡാ വിപിനെ, ആ കസവുമുണ്ടിങ്ങെടുത്തേ, നമുക്കിവനെ വേഗം ഒന്ന് റെഡിയാക്കാം, രാഹുൽ പറഞ്ഞു. കിരൺ ഒന്നിനും വയ്യാത്തവനെ പോലെ ഇരുന്നു കൊടുത്തു. വിപിൻ അവനെ മുണ്ടൊടുക്കാൻ സഹായിക്കുമ്പോൾ കിരൺ പതുക്കെ ചോദിച്ചു, എടാ ഞാൻ ഇത് കെട്ടണോ? എനിക്കിപ്പോഴും ഒരു സമാധാനവുമില്ല. പിന്നെ കെട്ടാതെ. നീ ഈ നേരത്തെ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല കിരണേ, വിപിൻ അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടു കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞു. സ്നേഹിച്ച പെണ്ണ് ജാതിയും പറഞ്ഞു പോയപ്പോ തീർന്നതാണ് ആ അധ്യായം. അതിന് ഇനിയും നീ ഇങ്ങനെ വിലപിച്ചിട്ട് എന്ത് കാര്യം? നീ നോക്കിക്കോ, ഈ വരുന്നതൊരു പാവം കുട്ടിയാ. നീ അവളെ സ്നേഹിച്ചു തുടങ്ങിയാൽ നിന്റെ ഈ സങ്കടമൊക്കെ മാറും, രാഹുൽ കിരണിന്റെ മുടി ചീകി ഒതുക്കി കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞു. കുറച്ച് സെന്റ് കൂടി അടിച്ചോളൂ, അല്ലെങ്കിൽ ആ മദ്യത്തിന്റെ മണം ആരെങ്കിലും തിരിച്ചറിയും. നീ മുഖം ഒന്ന് തെളിച്ചു വെക്കാൻ നോക്ക്. ഇന്ന് നിന്റെ കല്യാണമല്ലേ, വധശിക്ഷയൊന്നുമല്ലല്ലോ. അവർ അവനെ പതിയെ താഴേക്ക് കൊണ്ടുപോയി. പടികൾ ഇറങ്ങുമ്പോൾ തന്നെ വീടിന്റെ ഹാളിൽ ഇരിക്കുന്ന സ്ത്രീകളുടെ ഇടയിൽ ഒരടക്കം പറച്ചിൽ തുടങ്ങിയിരുന്നു. കിരൺ വരുന്നത് കണ്ടപ്പോൾ അവരിൽ ഒരാൾ പതുക്കെ അടുത്ത് നിൽക്കുന്നവളുടെ ചെവിയിൽ പറഞ്ഞു, ദേ വരുന്നുണ്ട് ചെക്കൻ, കണ്ടാ പറയുമോ തലേന്ന് രാത്രി കുടിച്ചു ബോധമില്ലാതെ ആറാടിയവനാണെന്ന്. കുപ്പി ഒട്ടിക്കാൻ കാണിച്ച ആവേശമൊന്നും ഇപ്പോൾ മുഖത്തില്ലല്ലോ. അപ്പുറത്തിരുന്ന മറ്റൊരു ബന്ധുവായ സ്ത്രീ അത് കേട്ടപ്പോൾ അത് ഏറ്റുപിടിച്ചു. പാവം ആ പെൺകുട്ടി, കല്യാണത്തിന്റെ തലേന്ന് പോലും അടിച്ചു ബോധമില്ലാതെ വീട്ടുകാരൻ നാണം കെടുത്തിയവനാ. അവളുടെ വിധി എന്നല്ലാതെ എന്തു പറയാനാ? ഇവനെയൊക്കെ കെട്ടാൻ വരുന്ന കുട്ടിയുടെ കഷ്ടപ്പാടോർത്താലാ സങ്കടം. സരസ്വതി ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നോ എന്തോ. അതൊക്കെ കിരണിന്റെ ചെവിയിൽ വ്യക്തമായി വീഴുന്നുണ്ടായിരുന്നു. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ ആ സ്ത്രീകളുടെ നേരെ തിരിഞ്ഞ് എന്തോ പറയാനാഞ്ഞതാണ്. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ തള്ളകളെ എന്ന് വിളിച്ചു ചോദിക്കാൻ അവന്റെ നാവ് പൊന്തിയതാണ്. പക്ഷേ വിപിൻ അവന്റെ കയ്യിൽ ആഞ്ഞു പിടിച്ചു. കിരണെ നോക്കണ്ട, നീ അങ്ങോട്ട് നോക്കുകയേ വേണ്ട.
അവര് പലതും പറയും. നീ ഒന്ന് പ്രതികരിച്ചാൽ അത് നാട്ടുവാർത്തയാകും. നീ ഇങ്ങ് വാ, അമ്മ കാത്തു നിൽക്കുന്നു. അവർ അവനെ ഉമ്മറത്തെ വിളക്കിനടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ അച്ഛനും അമ്മയും നിശബ്ദരായി നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ കണ്ണുകൾ കരഞ്ഞു വീർത്തിട്ടുണ്ട്. കിരൺ പതുക്കെ കുനിഞ്ഞ് അമ്മയുടെ കാൽ തൊട്ടു. നന്നായി ജീവിക്കണം മോനെ, നിന്റെ മനസ്സ് മാറുമെന്ന് അമ്മയ്ക്കറിയാം. ആ കുട്ടിക്ക് നീ ഒരു തണലാകണം. അമ്മ അവന്റെ തലയിൽ കൈവച്ച് പതുക്കെ പറഞ്ഞു. അച്ഛൻ ഗൗരവത്തിലാണെങ്കിലും മോന്റെ മുഖത്തേക്ക് ദയയോടെ നോക്കി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി മുന്നോട്ടുള്ള കാര്യം നോക്ക്, അച്ഛൻ പറഞ്ഞു. അനുഗ്രഹമൊക്കെ വാങ്ങി അവർ പന്തലിലേക്ക് ഇറങ്ങി. അപ്പോഴും പിന്നിൽ ആ പെണ്ണുങ്ങളുടെ പരിഹാസച്ചിരി മുഴങ്ങുന്നുണ്ടായിരുന്നു. വിപിനും രാഹുലും കിരണിനെ ചേർത്ത് പിടിച്ച് മണ്ഡപത്തിലേക്ക് ആനയിച്ചു. ഓരോ ചുവട് വെക്കുമ്പോഴും തന്റെ പ്രണയവും പ്രതീക്ഷകളും ആ പന്തലിലെ തിരക്കിലെവിടെയോ നഷ്ടപ്പെടുന്നത് കിരൺ വേദനയോടെ അറിഞ്ഞു. പന്തലിലെ നാദസ്വരത്തിന്റെ ശബ്ദം പെട്ടെന്ന് ഉച്ചത്തിലായി. ആളുകൾക്കിടയിൽ ഒരു ചെറിയ അനക്കം. എല്ലാവരും ഒരേ ദിശയിലേക്ക് നോക്കുകയാണ്. ദേ പെൺകുട്ടി വരുന്നുണ്ട്. കല്യാണപ്പെണ്ണായ മീനാക്ഷി പതുക്കെ മണ്ഡപത്തിലേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ഇളം പച്ച നിറത്തിലുള്ള കാഞ്ചീപുരം സാരിയിൽ മീനാക്ഷി അതീവ സുന്ദരിയായിരുന്നു. കസവ് തുന്നിച്ചേർത്ത ആ സാരിയുടെ തിളക്കം അവളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. കഴുത്തിൽ അണിഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ ഓരോ ചുവടിലും മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. തലയിൽ വെച്ച മുല്ലപ്പൂവിന്റെ ഗന്ധം പന്തലാകെ പടർന്നു. അവളോടൊപ്പം കൂട്ടുപിടിക്കാൻ കുറച്ച് പെൺകുട്ടികളുമുണ്ട്. മീനാക്ഷിയുടെ മുഖത്ത് ചെറിയൊരു പേടിയും ഒപ്പം നാണവും കലർന്നൊരു ഭാവമായിരുന്നു. ഭാവം അവൾക്ക് കിരണിന്റെ ഉള്ളിലെ സംഘർഷങ്ങളെക്കുറിച്ചോ തലേന്ന് രാത്രി നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു. തന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആള് തന്നെ പൊന്നുപോലെ നോക്കുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു അവൾ. കിരൺ അപ്പോഴും മണ്ഡപത്തിൽ തലകുനിച്ചിരിക്കുകയായിരുന്നു. വിപിനും രാഹുലും അവന്റെ ഇരുവശത്തുമായി ഇരിപ്പുണ്ട്. മീനാക്ഷി മണ്ഡപത്തിനരികിലെത്തിയിട്ടും കിരൺ അവളെ ഒന്ന് നോക്കാൻ പോലും തയ്യാറായില്ല. അവന്റെ നോട്ടം താഴെ വിരിച്ച പരവതാനിയിലെ പൂക്കളിലായിരുന്നു. ഉള്ളിൽ അപ്പോഴും പഴയ ഓർമ്മകളുടെ ഒരു വലിയ കടലിരമ്പുന്നുണ്ടായിരുന്നു. അശ്വതി ഇരിക്കേണ്ട സ്ഥാനമായിരുന്നു ഇത് എന്ന ചിന്ത അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഡാ കിരണെ, പെണ്ണ് വന്നു, ദേ നിൽക്കുന്നു നിന്റെ മീനാക്ഷി, ഒന്ന് നോക്കടാ. രാഹുൽ അവന്റെ ചെവിയിൽ പതുക്കെ നുള്ളി. പക്ഷേ കിരൺ ഒരു മരപ്രതിമയെ പോലെ അനങ്ങാതെയിരുന്നു. പൂജാരിയുടെ നിർദ്ദേശപ്രകാരം മീനാക്ഷി കിരണിന്റെ വലതുഭാഗത്തായി വന്നിരുന്നു. അവൾ ഇരുന്നപ്പോൾ അവളുടെ സാരി കിരണിന്റെ കാലിൽ പതുക്കെ ഒന്ന് തട്ടി. കിരൺ അറിയാതെ ഒന്ന് വിറച്ചു. മീനാക്ഷി പതുക്കെ അവനെ ഒന്ന് പാളി നോക്കി. പക്ഷേ കിരൺ അപ്പോഴും എങ്ങോട്ടോ നോക്കി മരവിച്ചിരിക്കുകയായിരുന്നു. തന്റെ ഭർത്താവാകാൻ പോകുന്ന ആൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ഒരു പക്ഷേ മീനാക്ഷി ചിന്തിച്ചു കാണണം. ഒടുവിൽ താലി കെട്ടാനുള്ള ശുഭമുഹൂർത്തമായി. പൂജാരി മഞ്ഞച്ചരടിൽ കോർത്ത താലി കിരണിന്റെ കയ്യിലേക്ക് കൊടുത്തു. താലി കെട്ടിക്കോളൂ. പൂജാരിയുടെ ശബ്ദം കേട്ടപ്പോൾ കിരണിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിപിൻ അവന്റെ കൈകളിൽ അപ്പോൾ പതുക്കെ ഒന്ന് അമർത്തി അവന് ധൈര്യം നൽകി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കിരൺ മീനാക്ഷിയുടെ കഴുത്തിൽ ആ മഞ്ഞച്ചരട് ബന്ധിച്ചു. 3 കെട്ടുകൾ ഇടുമ്പോഴും അവന്റെ കണ്ണുകളിൽ അശ്വതിയുടെ മുഖമായിരുന്നു. പക്ഷേ പന്തലിലുള്ളവർക്ക് അതൊന്നും അറിയില്ലായിരുന്നു. അവർ പൂക്കൾ വിതറി അവരെ അനുഗ്രഹിച്ചു. അതിനുശേഷം പൂജാരി ഒരു താലത്തിൽ സിന്ദൂരം അവന്റെ നേരെ നീട്ടി. കിരൺ തന്റെ വിരൽ തുമ്പാൽ മീനാക്ഷിയുടെ നെറ്റിയിൽ ചുവന്ന സിന്ദൂരം അണിയിച്ചു. ആ നിമിഷം മീനാക്ഷി കണ്ണുകൾ പതുക്കെ അടച്ചു. ഒരുപക്ഷെ അവൾ തന്റെ ഇനിയുള്ള സമാധാനപരമായ ജീവിതത്തിനായി പ്രാർത്ഥിക്കുകയായിരിക്കാം. ചടങ്ങുകളെല്ലാം അവസാനിച്ചപ്പോൾ മീനാക്ഷിയുടെ അച്ഛൻ ശേഖരൻ മണ്ഡപത്തിലേക്ക് കയറി വന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്റെ ഏക മകളെ മറ്റൊരു വീടിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന അച്ഛന്റെ സങ്കടം ആ മുഖത്ത് വ്യക്തമായിരുന്നു. ആ പാവം മനുഷ്യൻ കിരണിന്റെ അടുത്ത് വന്നു. ശേഖരൻ മീനാക്ഷിയുടെ കൈകൾ പതുക്കെ പിടിച്ചു. എന്നിട്ട് അവളുടെ വെളുത്ത കൈകൾ കിരണിന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു. മോനെ, ഇവളിനി നിന്റേതാണ്. എന്റെ പൊന്നു മോളാണിവൾ. ജീവിതത്തിൽ ഒരിക്കലും ഇവളെ വിഷമിപ്പിക്കരുതിട്ടോ. കിരണിന്റെ ഉള്ളിൽ അപ്പോൾ എന്തോ ഒരു ഭാരം കയറുന്നത് പോലെ തോന്നി. ആ അച്ഛന്റെ വിറയ്ക്കുന്ന ശബ്ദവും കണ്ണിലെ നനവും കണ്ടപ്പോൾ കിരണിന് ഒരു നിമിഷം വലിയ വിഷമവും തോന്നി. താൻ കാരണം ഒരച്ഛൻ സങ്കടപ്പെടുന്നത് ശരിയല്ലല്ലോ എന്ന് അവൻ ചിന്തിച്ചു. പക്ഷെ അപ്പോഴും മീനാക്ഷിയെ തന്റെ ഭാര്യയായി കാണാൻ അവന്റെ മനസ്സ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കിരണിന്റെ ഉള്ളിൽ അപ്പോഴും അശ്വതിയുടെ മുഖവും അവളോടൊപ്പമുള്ള നിമിഷങ്ങളും മാത്രമായിരുന്നു. കല്യാണ മണ്ഡപത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കലായി. ക്യാമറക്കാരൻ ഓരോന്ന് പറഞ്ഞ് അവരെ മാറ്റി മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു. ചെറുക്കൻ ഒന്ന് ചിരിക്കൂ, മണവാട്ടിയുടെ തോളിലൊന്ന് കൈവയ്ക്കൂ എന്നൊക്കെ അയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കിരൺ ഒരു കല്ല് പോലെ നിൽക്കുകയായിരുന്നു. അവൻ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊരു വല്ലാത്ത ചിരിയായി പോയി. മീനാക്ഷിയാണെങ്കിൽ നാണിച്ചും ഇടയ്ക്ക് പേടിച്ചും അവനെ ഒന്ന് പാളി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കിരൺ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ഫോട്ടോ എടുപ്പും ബന്ധുക്കളുടെ സംസാരവും ഒക്കെ കഴിഞ്ഞ് അവർ കാറിൽ കിരണിന്റെ വീട്ടിലേക്ക് തിരിച്ചു.
കാറിലിരിക്കുമ്പോഴും കിരൺ ജനാലയിലൂടെ പുറത്തെ കാഴ്ചകൾ നോക്കി ഒരിടത്ത് ഒതുങ്ങിയിരിക്കുകയായിരുന്നു. മീനാക്ഷി ഒന്നും മിണ്ടാതെ തന്റെ മടിയിൽ കൈകൾ വെച്ച് തല കുനിച്ചിരുന്നു. ആ കാറിനുള്ളിൽ ആരും ഒന്നും മിണ്ടിയില്ല. വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു അവിടെ. ആ പെൺകുട്ടിയുടെ ഉള്ളിൽ എന്താണെന്ന് കിരൺ ചിന്തിച്ചതേയില്ല. കിരണിന്റെ വീട്ടിലെത്തിയപ്പോൾ പന്തലിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ബഹളമായിരുന്നു അവിടെ. അയൽക്കാരും ബന്ധുക്കളും ഒക്കെ ഉമ്മറത്ത് നിരന്നു നിൽക്കുന്നുണ്ടായിരുന്നു. കിരണിന്റെ അമ്മ സരസ്വതി ഒരു നിലവിളക്ക് കത്തിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ പെണ്ണുങ്ങൾ രഹസ്യത്തിൽ ഓരോന്ന് പറഞ്ഞ് അവനെ കളിയാക്കുന്നുണ്ടായിരുന്നു. അമ്മ സരസ്വതി മോനെയും മരുമകളെയും സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു. എന്നിട്ട് മീനാക്ഷിയുടെ കയ്യിലേക്ക് ആ കത്തിച്ച വിളക്ക് കൊടുത്തു. മോൾ ഇത് പിടിച്ച് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിക്കോളൂ. എന്റെ മോന്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യം വരുന്നത് ഇനി മോളിലൂടെയാണ് ട്ടോ. അമ്മയുടെ വാക്കുകളിൽ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. മീനാക്ഷി വിറയ്ക്കുന്ന കൈകളോടെ ആ വിളക്ക് വാങ്ങി. അവൾ പതുക്കെ പടി കടന്ന് അകത്തേക്ക് കയറി. കിരൺ അവളുടെ തൊട്ടു പിന്നാലെ ഒട്ടും താല്പര്യമില്ലാതെ നടന്നു. വീടിനുള്ളിൽ എത്തിയപ്പോഴും ആളുകളുടെ ബഹളം അടങ്ങിയിരുന്നില്ല. പെണ്ണ് സുന്ദരിയാണല്ലോ, കിരണിന് നല്ല യോഗമാണ് എന്നൊക്കെ ആളുകൾ പറയുന്നത് കിരൺ കേട്ടു. പക്ഷേ അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവൻ. വീടിനുള്ളിലേക്ക് എത്തിയപ്പോൾ അവനാകെ എന്തൊക്കെയോ പോലെ തോന്നി. തലേന്നടിച്ച മദ്യത്തിന്റെ ആ ഒരു ക്ഷീണം ഇപ്പോഴും ശരീരത്തിലുണ്ട്. എല്ലാവരും കൂടെ മീനാക്ഷിയെ പൊതിയുന്നതുകൂടി കണ്ടപ്പോൾ അവനാകെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവന്റെ മനസ്സ് അവിടെ ഒന്നുമായിരുന്നില്ല. ആ തിരക്കിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു അവന്. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി കിരൺ പതുക്കെ അവിടെ നിന്നും വലിഞ്ഞ് തന്റെ മുറിയിലേക്ക് കയറി. അകത്ത് കയറിയ ഉടനെ അവൻ വാതിൽ പതുക്കെ ചാരി കുറ്റിയിട്ടു. മുറിക്കുള്ളിൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. ജനാലയിലൂടെ വരുന്ന നേരിയ വെളിച്ചത്തിൽ അവൻ അലമാരയുടെ അടുത്തേക്ക് നീങ്ങി. അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അലമാര തുറന്ന് അടുക്കി വെച്ചിരുന്ന വസ്ത്രങ്ങൾക്കിടയിൽ കൈയിട്ട് തപ്പി അവൻ ആ കുപ്പി പുറത്തെടുത്തു. തലേന്ന് ബാക്കി വന്ന മദ്യമായിരുന്നു അത്. ഇതൊന്നകത്ത് ചെന്നാലേ എനിക്ക് സമാധാനം കിട്ടൂ എന്നവൻ സ്വയം പിറുപിറുത്തു. ഗ്ലാസ് എടുക്കാനോ വെള്ളം ചേർക്കാനോ ഉള്ള ക്ഷമയൊന്നും അവനുണ്ടായിരുന്നില്ല. കുപ്പിയുടെ അടപ്പ് തിരിച്ചു തുറന്നപ്പോൾ വന്ന ആ രൂക്ഷമായ മണം അവന് വല്ലാത്തൊരാശ്വാസം നൽകി. അവൻ കുപ്പി ഉയർത്തി ആർത്തിയോടെ ഒരു വലിയ ഇറക്കങ്ങ് കുടിച്ചു. കയ്പുള്ള ആ മദ്യം തൊണ്ടയിലൂടെ ഇറങ്ങിയപ്പോൾ അവന്റെ നെഞ്ചിൽ ഒരു എരിച്ചിൽ പടർന്നു. ആ എരിച്ചിലിനൊപ്പം ഉള്ളിലെ പഴയ വിഷമങ്ങളും അശ്വതിയുടെ മുഖവുമെല്ലാം ഒന്നുകൂടി തെളിഞ്ഞു വന്നു. എന്റെ കല്യാണ ദിവസം പോലും എനിക്കിങ്ങനെ ഒളിച്ചിരുന്ന് കുടിക്കേണ്ടി വന്നല്ലോ എന്നോർത്തപ്പോൾ അവനോട് തന്നെ വല്ലാത്തൊരു വെറുപ്പ് തോന്നി. എങ്കിലും ആ കുപ്പി നൽകുന്ന ഒരു മരവിപ്പിലായിരുന്നു അവൻ സമാധാനം കണ്ടെത്തിയത്. കുപ്പി വേഗം പഴയതുപോലെ വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു. പക്ഷേ ഇനി പുറത്തിറങ്ങണമെങ്കിൽ മണം ആരും അറിയരുത്. അതിനായി അവൻ മേശപ്പുറത്തിരുന്ന മൗത്ത് ഫ്രഷ്നർ സ്പ്രേ എടുത്തു. ആ സ്പ്രേ വായിലേക്ക് ആഞ്ഞടിച്ചു. കണ്ണാടിയിൽ നോക്കി തന്റെ മുഖത്തെ ഭാവം ഒന്ന് ശരിയാക്കാൻ അവൻ ശ്രമിച്ചു. മുഖത്തൊന്ന് വെള്ളമൊഴിച്ചു തുടച്ചു. സ്പ്രേയുടെ മണം മദ്യത്തിന്റെ മണത്തെ മറയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ പതുക്കെ വാതിൽ തുറന്നു. പുറത്തിറങ്ങുമ്പോൾ അവന്റെ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ആരെങ്കിലും തന്റെ കണ്ണ് കണ്ടോ സംസാരം കേട്ടോ കണ്ടുപിടിക്കുമോ എന്നായിരുന്നു അവന്റെ പേടി. പക്ഷേ ലഹരി തലയ്ക്ക് പിടിച്ചു തുടങ്ങിയതോടെ ആ പേടിയും പതുക്കെ മാറി. ഒരു കപടമായ ഗൗരവം മുഖത്ത് വരുത്തിക്കൊണ്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൻ വീണ്ടും ബന്ധുക്കൾക്കിടയിലേക്ക് നടന്നു. ഒരു പാവം പെണ്ണ് തനിക്കായി പുറത്ത് കാത്തിരിക്കുകയാണെന്ന കാര്യം അവൻ ആ നിമിഷം പാടെ മറന്നുപോയിരുന്നു. താഴേക്ക് ചെന്നപ്പോൾ കിരൺ മീനാക്ഷിക്ക് അടുത്ത് ചെന്നിരുന്നു. അടുത്ത ബന്ധുക്കൾ ഓരോരുത്തരായി വന്ന് അവർക്കപ്പോൾ മധുരം കൊടുക്കാൻ തുടങ്ങി. നാട്ടിലെ രീതി അനുസരിച്ച് അവർ പരസ്പരം മധുരം കൊടുക്കണം. എല്ലാവരും തമാശകൾ പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കിരണിന്റെ മനസ്സിൽ വേറെ പലതുമായിരുന്നു. മുറിക്കുള്ളിൽ പോയി ആരും കാണാതെ കഴിച്ച ആ ഒരു ഇറക്ക് മദ്യത്തിന്റെ ലഹരി അവനെ പതുക്കെ പിടിച്ചു തുടങ്ങിയിരുന്നു. വായിലടിച്ച സ്പ്രേയുടെ മണം മദ്യത്തിന്റെ ഗന്ധത്തെ മറയ്ക്കുന്നുണ്ടോ എന്ന് അവന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അധികം സംസാരിക്കാതെ ഒരു കള്ളനോട്ടത്തോടെ അവിടെ ഇരുന്നു. ഇടയ്ക്ക് മീനാക്ഷിയെ അവനൊന്ന് പാളി നോക്കും. സ്പ്രേയുടെ മണം അവൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയാനായിരുന്നു ആ നോട്ടം. പക്ഷേ മീനാക്ഷി അതൊന്നും ശ്രദ്ധിക്കാതെ നാണത്തോടെ തല കുനിച്ചിരിക്കുകയായിരുന്നു. മീനാക്ഷി മധുരം കിരണിന്റെ വായ്ക്കടുത്തെത്തിച്ചപ്പോൾ അവൻ മണം പുറത്തു വരുമോ എന്ന് പേടിച്ച് ശ്വാസം അടക്കി പിടിച്ചാണ് അത് വാങ്ങിയത്. അവന്റെ ഈ വെപ്രാളം കണ്ട് മീനാക്ഷി വിചാരിച്ചത് അവൻ വല്ലാതെ നാണിക്കുന്നത് കൊണ്ടാണെന്നാണ്. ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ബന്ധുക്കൾ ഓരോരുത്തരായി പിരിഞ്ഞു തുടങ്ങി. മീനാക്ഷി ആകെ തളർന്നിരുന്നു. രാവിലെ മുതലിട്ട സ്വർണ്ണാഭരണങ്ങളും ആ കനത്ത പട്ടുസാരിയും അവളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. അവളുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അമ്മ സരസ്വതി അങ്ങോട്ട് വന്നു. മോളെ മീനാക്ഷി, ആകെ ക്ഷീണിച്ചല്ലേ? വന്നേ, നമുക്ക് മുറിയിൽ പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം. അമ്മ അവളെ സ്നേഹത്തോടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറിയിലെത്തിയപ്പോൾ മീനാക്ഷി തന്റെ ആഭരണങ്ങൾ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൾ അത് ചോദിച്ചത്. അമ്മേ, ഈ സ്വർണമൊക്കെ ഞാൻ എവിടെയാ വെക്കേണ്ടത്? അമ്മ സൂക്ഷിച്ചു വെച്ചോളൂ.
അമ്മ അപ്പോൾ തന്നെ അലമാരയുടെ ലോക്കർ തുറന്ന് അതിന്റെ താക്കോൽ മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തു. ഇല്ല മോളെ, ഇത് നിന്റെ അച്ഛനും അമ്മയും നിനക്കായി കരുതി വെച്ചതാണ്. ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കണം. നാളെ നിനക്കെന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ടി വരരുത്. നിന്റെ സമ്പാദ്യം നിന്റെ കയ്യിൽ തന്നെ സുരക്ഷിതമായിട്ടുണ്ടാകണം. മീനാക്ഷിക്ക് അപ്പോൾ ആശ്ചര്യം തോന്നി. സാധാരണ അമ്മായിയമ്മമാർ സ്വർണം വാങ്ങി വെക്കുമെന്ന് കേട്ടിട്ടുള്ള അവൾക്ക് സരസ്വതി അമ്മയുടെ ആ കരുതൽ വലിയ കാര്യമായി തോന്നി. മീനാക്ഷിയുടെ മാല അയക്കാനും വളകൾ മാറ്റാനും അമ്മ അവളെ സഹായിച്ചു. ഓരോ ആഭരണവും അമ്മ തന്നെ തുടച്ച് വൃത്തിയാക്കി പെട്ടിയിലാക്കി ലോക്കറിൽ വെച്ചു. എന്നിട്ട് അത് പൂട്ടി താക്കോൽ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇത് നിന്റെ ലോക്കറാണ്. ഇതിന്റെ അധികാരം നിനക്ക് മാത്രമാണ്. അമ്മ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അമ്മയുടെ ആ സ്നേഹവും സത്യസന്ധതയും കണ്ടപ്പോൾ മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞു. പുറത്ത് കിരണിന്റെ ഗൗരവം കണ്ട് പേടിച്ചിരുന്ന മീനാക്ഷിക്ക് അമ്മയുടെ ആ പെരുമാറ്റം വലിയൊരാശ്വാസമായി. അമ്മ എത്ര പാവമാണ്, അവൾ മനസ്സിൽ പറഞ്ഞു. തന്റെ പുതിയ വീട്ടിൽ ഒരമ്മയെ തന്നെ കിട്ടിയ സന്തോഷത്തിൽ മീനാക്ഷി ആ താക്കോൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഡ്രസ്സൊക്കെ മാറി ആഭരണങ്ങൾ അലമാരയിൽ സുരക്ഷിതമായി വെച്ച ശേഷം മീനാക്ഷി പതുക്കെ താഴേക്ക് വന്നു. കിരണിന്റെ അച്ഛൻ അപ്പോൾ ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. മീനാക്ഷിയെ കണ്ടതും അദ്ദേഹം സ്നേഹത്തോടെ ചിരിച്ചു. വാ മോളെ, ഡ്രസ്സൊക്കെ മാറിയപ്പോൾ ഒരാശ്വാസം തോന്നുന്നില്ലേ? അമ്മ അടുക്കളയിൽ ചായ ഇടുകയാണ്, മോൾ അങ്ങോട്ട് ചെല്ല്. വീട് മാറി വന്നതുകൊണ്ട് മോള് വിഷമിക്കരുത് ട്ടോ. ഒരു കാര്യം അച്ഛൻ ഉറപ്പിച്ചു പറയാം, സരസ്വതി അവൾ ഒരു പാവമാണ്. മരുമകളായല്ല, സ്വന്തം മകളായിട്ടേ അവള് മോളെ നോക്കൂ. ഈ വീട്ടില് മോൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. അച്ഛന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ മീനാക്ഷിക്ക് വലിയ സമാധാനം തോന്നി. അവൾ അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് പുറത്ത് പന്തലിന്റെ അവിടുന്ന് ഒരലർച്ച കേട്ടത്. നീ ആരാടാ ഇത് ചോദിക്കാൻ? എന്റെ വീട്ടിലെ പന്തൽ എപ്പോ പൊളിക്കണം, എവിടെ വെക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അത് കിരണിന്റെ ശബ്ദമായിരുന്നു. അച്ഛൻ അപ്പോൾ ഞെട്ടി എഴുന്നേറ്റു. മീനാക്ഷിയും പേടിയോടെ പുറത്തേക്കോടി. പന്തലിന്റെ പണികൾക്ക് സഹായിക്കാൻ വന്ന അയൽവാസി നാരായണേട്ടനോട് കിരൺ തട്ടിക്കയറുകയാണ്. കിരണിന്റെ ഷർട്ടൊക്കെ അലങ്കോലമായി കിടക്കുന്നുണ്ട്. അവന്റെ നാവൊക്കെ കുഴയുന്നുണ്ടായിരുന്നു. എടാ കിരണേ, മര്യാദയ്ക്ക് സംസാരിക്കണം. കല്യാണം കഴിഞ്ഞ് പന്തലിൽ പെണ്ണ് കയറിയതേ ഉള്ളൂ. അതിനു മുൻപേ നീ ഇങ്ങനെ ബോധമില്ലാതെ ആറാടുകയാണോ? നിന്റെ അച്ഛന്റെ പ്രായമില്ലേടാ എനിക്ക്? നാരായണേട്ടൻ ദേഷ്യത്തോടെ പറഞ്ഞു. കിരൺ അപ്പോൾ അയാളോട് കൈ ഓങ്ങി ചെന്നുകൊണ്ട് പറഞ്ഞു. പ്രായം നോക്കിയാണോടാ സംസാരിക്കുന്നത്? എന്റെ കാര്യത്തിൽ ഇടപെടാൻ ആരും വരണ്ട. അടിച്ചാ നിന്റെ പല്ല് ഞാൻ താഴെയിടും. എടാ കിരണേ! അച്ഛൻ അപ്പോൾ ഇടയിൽ കയറി കിരണിനെ പിടിച്ചു മാറ്റി. നീ എന്താടാ ഈ കാണിക്കുന്നത്? ഇന്ന് നിന്റെ കല്യാണ ദിവസമല്ലേ? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാണോ നിന്റെ ഭാവം? മര്യാദയ്ക്ക് അകത്തു പോടാ. പക്ഷേ കിരൺ അപ്പോൾ അച്ഛനെ തള്ളി മാറ്റി. അച്ഛനും ഇയാളുടെ കൂടെ കൂടിക്കോ. എനിക്ക് ആരുടെയും ഉപദേശം വേണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അപ്പോളാണ് ആ സത്യം മീനാക്ഷി തിരിച്ചറിഞ്ഞത്. അവന്റെ വായിൽ നിന്നും വരുന്ന ആ രൂക്ഷമായ മദ്യത്തിന്റെ മണം പന്തലിൽ വരെ എത്തുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ ചുവന്ന് തടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷി തറഞ്ഞു നിന്നുപോയി. പന്തലിൽ വെച്ച് കിരൺ കാണിച്ച മൗനവും ഗൗരവവും നാണം കൊണ്ടായിരുന്നില്ല, മറിച്ച് ബോധമില്ലാതെ കുടിച്ചത് പുറത്തറിയാതിരിക്കാനായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. പാവം ആ പെൺകുട്ടി, ഇങ്ങനെ ഒരുത്തനെയാണല്ലോ ആ കുട്ടി കെട്ടിയത്. പന്തലിൽ നിന്ന് ആരോ ഒരാൾ പതുക്കെ പറയുന്നത് മീനാക്ഷിയുടെ ചെവിയിൽ വീണു. തന്റെ ജീവിതം ഒരു കുടിയന്റെ കയ്യിലാണല്ലോ അകപ്പെട്ടത് എന്നോർത്തപ്പോൾ അവളുടെ ഉള്ളു പിടഞ്ഞു. സ്നേഹത്തോടെ സംസാരിച്ച അച്ഛനും അമ്മയും അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നോ? കണ്ണുനീർ തടയാൻ അവൾക്കായില്ല. അച്ഛൻ കിരണിനെ അടിക്കാൻ കൈയോങ്ങുന്നതും കിരൺ വീണ്ടും ചീത്ത വിളിക്കുന്നതും കണ്ടപ്പോൾ മീനാക്ഷിക്ക് അവിടെ നിൽക്കാൻ വയ്യാതായി. അവൾ മുഖം പൊത്തി വീടിനുള്ളിലേക്ക് ഓടി. തന്റെ മുറിയിൽ കയറി വാതിലടച്ച് അവൾ കട്ടിലിലേക്ക് വീണു. എന്റെ ദൈവമേ, എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? ആ താക്കോൽ കൂട്ടം കയ്യിൽ മുറുകെ പിടിച്ച് അവൾ വിങ്ങിക്കരഞ്ഞു. അലമാരയിൽ വെച്ച പുതിയ സ്വപ്നങ്ങളെല്ലാം ആ നിമിഷം ചില്ലുകൊട്ടാരം പോലെ തകർന്നു വീഴുകയായിരുന്നു. മുറിയിൽ കട്ടിലിൽ കമഴ്ന്നു കിടന്ന് വിങ്ങിക്കരയുന്ന മീനാക്ഷിയുടെ അടുത്തേക്ക് അമ്മ സരസ്വതി പതുക്കെ നടന്നു വന്നു. വാതിൽക്കൽ അവർ ഒരു നിമിഷം തറഞ്ഞു നിന്നു. തന്റെ മകൻ വരുത്തിവെച്ച വിനയോർത്ത് ആ അമ്മയുടെ ഉള്ളം നീറുകയായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവർ മീനാക്ഷിയുടെ തോളിൽ തൊട്ടു. മോളെ മീനാക്ഷി. അമ്മയുടെ ശബ്ദം സങ്കടം കൊണ്ട് അടഞ്ഞിരുന്നു. മീനാക്ഷി പെട്ടെന്ന് എഴുന്നേറ്റു. അയിഞ്ഞു വീണ മുടിയകളും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന മരുമകളെ നോക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അവർ മുഖം താഴ്ത്തി. നിന്നോട് ഈ ചതി ചെയ്യണമെന്ന് ഞങ്ങൾ ആരും കരുതിയതല്ല മോളെ, അമ്മ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഇവൻ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പഠിക്കാൻ മിടുക്കനും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നവനുമായിരുന്നു. പക്ഷേ അവന്റെ ജീവിതത്തിലുണ്ടായ ആ ഒരു പ്രണയം അതവനെ ആകെ തകർത്തു കളഞ്ഞു. അശ്വതി എന്നു പേരുള്ളൊരു പെൺകുട്ടി അവനെ ചതിച്ചതാ. അത്രയും കാലം കൂടെ നടന്നിട്ട് ഒടുവിൽ പണവും ജാതിയും തറവാട്ടുമഹിമയും പറഞ്ഞ് അവൾ അവനെ വേണ്ടെന്ന് വെച്ചു. ആ സങ്കടം മാറ്റാനാണ് അവൻ ഈ കുപ്പിയിൽ അഭയം തേടിയത്. അമ്മ മീനാക്ഷിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഒരു വിവാഹം കഴിഞ്ഞാൽ അവൻ മാറുമായിരിക്കുമെന്ന് ഞങ്ങൾ വെറുതെ മോഹിച്ചുപോയി.
അല്ലാതെ നിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതല്ല ഇത്. ഇപ്പോൾ ഈ കണ്ടതൊക്കെ മോൾക്ക് താങ്ങാൻ പറ്റില്ലെന്ന് അമ്മയ്ക്കറിയാം. സരസ്വതി അമ്മ ദീർഘമായി ശ്വാസമെടുത്ത് മീനാക്ഷിയുടെ കണ്ണുകളിലേക്ക് നോക്കി. മോളെ, നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കാം. നിന്റെ ജീവിതം ഒരു കുടിയന്റെ കൂടെ ഹോമിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. നിനക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണം. അച്ഛനോട് പറഞ്ഞ് ഇപ്പോൾ തന്നെ നിന്നെ നിന്റെ വീട്ടിൽ സുരക്ഷിതമായി കൊണ്ടാക്കാം. ഒരു താലി കെട്ടിപ്പോയി എന്നതുകൊണ്ട് മാത്രം നീ ഇവിടെ നരകിക്കേണ്ടതില്ല. അമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ മീനാക്ഷി ഒരു നിമിഷം തറഞ്ഞുപോയി. തിരിച്ചു പോകാൻ അവളുടെ മനസ്സ് വെമ്പി. പക്ഷേ ആ നിമിഷം അവളുടെ കൺമുന്നിൽ തന്റെ അച്ഛന്റെ മുഖം തെളിഞ്ഞു വന്നു. ഹൃദയസംബന്ധമായ അസുഖം കാരണം ശ്വാസമെടുക്കാൻ പോലും കഷ്ടപ്പെടുന്ന തന്റെ അച്ഛന് ടെൻഷൻ കൊടുക്കരുത്, വിഷമമുണ്ടാക്കുന്ന ഒന്നും പറയരുത് എന്ന് ഡോക്ടർ ആവർത്തിച്ചു പറഞ്ഞത് അവളുടെ കാതുകളിൽ മുഴങ്ങി. താൻ ഇന്ന് രാത്രി തന്നെ പെട്ടിയുമായി തിരിച്ചു ചെന്നാൽ ആ പാവം അച്ഛന്റെ നില എന്താകും? നാട്ടുകാർ ഓരോന്ന് പറയുന്നത് കേട്ട് അദ്ദേഹത്തിന്റെ ഹൃദയം നിലച്ചു പോകില്ലേ? തന്റെ സങ്കടത്തെക്കാൾ വലുത് തന്റെ അച്ഛന്റെ ജീവനാണെന്ന് അവൾക്ക് തോന്നി. മീനാക്ഷി പതുക്കെ അമ്മയുടെ അടുത്തേക്ക് നീങ്ങി. എന്നിട്ട് മെല്ലെ അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് എന്റെ അമ്മയെ കണ്ട ഓർമ്മയില്ല അമ്മേ. പണ്ടെങ്ങോ മരിച്ചുപോയ എന്റെ അമ്മയ്ക്ക് പകരമാണ് ഞാൻ ഈ അമ്മയെ കാണുന്നത്. കിരണേട്ടന്റെ അവസ്ഥ കാണുമ്പോൾ ഭയമുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെയാ തിരിച്ചു പോകുന്നത്? എന്റെ അച്ഛൻ എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? ഞാൻ ഇന്ന് തിരിച്ചു ചെന്നാൽ എന്റെ അച്ഛൻ അത് താങ്ങില്ലമ്മേ. മീനാക്ഷി വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കൊന്നിനും വയ്യമ്മേ. പക്ഷെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഈ അമ്മയുടെ കൂടെ ഞാൻ നിൽക്കാം. എനിക്ക് സങ്കടം വരുമ്പോൾ പറഞ്ഞു കരയാൻ എന്റെ ഈ അമ്മ മാത്രം കൂടെ ഉണ്ടായാൽ മതി. എനിക്കൊരു തുണയായിരിക്കണം. എന്നെ തള്ളിക്കളയരുത്. സരസ്വതി അമ്മയ്ക്കപ്പോൾ ആ നിമിഷം നിയന്ത്രിക്കാനായില്ല. അവർ മീനാക്ഷിയെ മുറുക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. ഇല്ല മോളെ, നീ ഒറ്റയ്ക്കല്ല. ഈ അമ്മയുടെ ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നീ എന്റെ മോള് തന്നെയല്ലേ? അമ്മ ഒരിക്കൽ കൂടി അവളെ തന്റെ നെഞ്ചോട് ചേർത്തു വെച്ചു. പെട്ടെന്നാണ് മുറിയുടെ വാതിൽ തള്ളി തുറന്ന് കിരൺ അകത്തേക്ക് വന്നത്. വിയർത്തൊലിച്ച് ഷർട്ടിന്റെ ബട്ടണുകളൊക്കെ പോയി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൻ. മീനാക്ഷിയെയും അമ്മയെയും ഒന്ന് നോക്കിയെങ്കിലും അവൻ ഒന്നും മിണ്ടിയില്ല. ദേഷ്യവും വിഷമവും കലർന്ന ഒരു ഭാവമായിരുന്നു അവന്റെ മുഖത്ത്. അമ്മയ്ക്ക് കിരണിനോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. നീ എന്താടാ ഈ കാണിച്ചു വെച്ചത്? ഒരു കല്യാണ ദിവസമാണെന്നെങ്കിലും ഓർക്കണ്ടേ? അമ്മ അവനോട് ചോദിച്ചു. പക്ഷേ കിരൺ ഒന്നും കേൾക്കുന്ന മട്ടുണ്ടായിരുന്നില്ല. അവൻ ചെരുപ്പ് പോലും ഊരാതെ നേരെ പോയി കട്ടിലിലേക്ക് തളർന്നു വീണു. ഒരു നിമിഷം കൊണ്ട് അവൻ അഗാധമായ ഉറക്കത്തിലേക്ക് വീണുപോയി. അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയിലായിരുന്നു അവൻ. അമ്മ അപ്പോൾ മീനാക്ഷിയെ നോക്കി. ഇവൻ ഇന്നിങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാ മോളെ. ഇങ്ങനെയുള്ളപ്പോൾ ഇവന്റെ കൂടെ ഇവിടെ ഇരിക്കണ്ട. മോള് വാ, നമുക്ക് താഴത്തെ മുറിയിൽ പോയി കിടക്കാം. മീനാക്ഷി ഒന്നും അടിച്ചെങ്കിലും അമ്മ അവളുടെ കൈ പിടിച്ചു. വാ മോളെ, നമുക്ക് താഴെ പോയി സമാധാനമായിട്ടിരിക്കാം. ഇവൻ ഇങ്ങനെ കുറച്ചു നേരം കിടന്നുറങ്ങട്ടെ. അമ്മ മീനാക്ഷിയെയും കൂട്ടി താഴത്തെ മുറിയിലേക്ക് നടന്നു. ആദ്യ രാത്രിയിൽ തന്റെ ഭർത്താവിനോടൊപ്പം കഴിയേണ്ട മുറിയിൽ നിന്നിറങ്ങി പോകുമ്പോൾ മീനാക്ഷിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. അമ്മ മീനാക്ഷിയുടെ കൈപിടിച്ച് താഴത്തെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറിയിലെത്തിയ മീനാക്ഷിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അവളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. അവളുടെ അവസ്ഥ കണ്ടപ്പോൾ ആ അമ്മയുടെ ഉള്ളൊന്നു പിടഞ്ഞു. കട്ടിലിന്റെ ഒരു വശത്ത് തളർന്നിരുന്ന മീനാക്ഷിയെ അമ്മ ചേർത്തു പിടിച്ചു. മോളെ, നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അവളെ ഒന്ന് ആശ്വസിപ്പിച്ച ശേഷം അമ്മ മുറിക്ക് പുറത്തേക്ക് നടന്നു. പുറത്തുമ്മറത്തെ ചാരുകസേരയിൽ തലയ്ക്ക് കൈകൊടുത്തിരിക്കുകയായിരുന്നു അച്ഛൻ. പന്തലിൽ നടന്ന കാര്യങ്ങൾ അദ്ദേഹത്തെ അത്രമാത്രം തളർത്തിയിരുന്നു. സരസ്വതി അമ്മ അരികിലെത്തിയതുപോലും അദ്ദേഹം അറിഞ്ഞില്ല. എന്താ ആലോചിച്ചിരിക്കണത്? അമ്മ മെല്ലെ ചോദിച്ചു. അച്ഛനൊന്ന് ദീർഘശ്വാസം വിട്ടു. വേണ്ടായിരുന്നു സരസ്വതി. ആ പാവം പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു വിധി നമ്മളായിട്ട് വാങ്ങിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ല. കിരണിന്റെ ഈ സ്വഭാവം അറിഞ്ഞുകൊണ്ട് അവനെ ഇപ്പോൾ കല്യാണം കഴിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അവളുടെ വീട്ടുകാരുടെ മുന്നിൽ നമ്മൾ തോറ്റുപോയില്ലേ? അച്ഛന്റെ വാക്കുകളിൽ കുറ്റബോധം നിറഞ്ഞു നിന്നു. അമ്മയ്ക്ക് മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല. കാരണം മകൻ ചെയ്തത് അത്രയും വലിയ തെറ്റാണെന്ന് അമ്മയ്ക്കും അറിയാമായിരുന്നു. എല്ലാം വിധിയാണെന്ന് കരുതാമെന്നല്ലാതെ എന്തു പറയാനാ? അവളിപ്പോ എന്റെ കൂടെ മുറിയിൽ കിടക്കട്ടെ. ആകെ തകർന്നിരിക്കുകയാണ് ആ കുട്ടി. നമുക്ക് നാളെ എല്ലാം സംസാരിച്ചൊരു സമാധാനമുണ്ടാക്കാം. അമ്മ അച്ഛനെ സമാധാനിപ്പിച്ചു. രാത്രി ഏറെ വൈകിയിട്ടും മീനാക്ഷിക്ക് ഉറക്കം വന്നില്ല. സരസ്വതി അമ്മയുടെ അരികിൽ കിടക്കുമ്പോഴും അവളുടെ മനസ്സ് മുഴുവൻ മുകളിലെ മുറിയിലായിരുന്നു. താൻ ഒരുപാട് സ്വപ്നം കണ്ട ആദ്യ രാത്രി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്തപ്പോൾ അവളുടെ ഉള്ളൊന്നു വിങ്ങി. കിരണേട്ടൻ എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെട്ടത്? എന്തിനാണ് ഇങ്ങനെ സ്വയം നശിക്കുന്നത്? അവൾ ഓർത്തു. തന്റെ ഭർത്താവ് മുകളിൽ ഒരു ബോധവുമില്ലാതെ കിടന്നുറങ്ങുകയാണ്. ഒന്നിച്ചു തുടങ്ങേണ്ട ജീവിതം ആദ്യ ദിവസം തന്നെ ഇങ്ങനെയാകുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല.
പന്തലിൽ വെച്ച് കിരണേട്ടൻ അടിയുണ്ടാക്കുന്നത് കണ്ടപ്പോൾ കണ്ടു നിന്നവരുടെ കണ്ണിലെ പരിഹാസവും വീട്ടുകാരുടെ സങ്കടവും മീനാക്ഷിയുടെ ഓർമ്മയിൽ വന്നു. സരസ്വതി അമ്മ അപ്പോൾ ഉറക്കത്തിലേക്ക് വീണെങ്കിലും മീനാക്ഷി ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കിടന്നു. തറവാടിന്റെ മുറ്റത്ത് കാറ്റടിക്കുമ്പോൾ മരങ്ങളാടുന്ന നിഴലുകൾ മുറിക്കുള്ളിൽ തെളിയുന്നുണ്ട്. ദൈവമേ, എല്ലാം ഒന്ന് ശരിയാക്കി തരണേ എന്നവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. മുകളിലെ മുറിയിൽ നിന്ന് ഒരു ശബ്ദം പോലും കേൾക്കാനില്ലായിരുന്നു. കിരണേട്ടൻ ഇപ്പോഴും ആ കട്ടിലിൽ ബോധമില്ലാതെ ഉറങ്ങുകയാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഒരേ വീട്ടിൽ ഒരേ മേൽക്കൂരയ്ക്ക് താഴെയാണെങ്കിലും അവർക്കിടയിൽ വലിയൊരു ദൂരം അന്നത്തെ രാത്രിയിൽ ഉണ്ടായിരുന്നു. പിറ്റേന്ന് ജനലിലൂടെ അടിച്ചു കയറിയ സൂര്യപ്രകാശമാണ് കിരണിനെ ഉണർത്തിയത്. കണ്ണു തുറന്നപ്പോൾ തലയ്ക്ക് നല്ല ഭാരവും വേദനയും തോന്നി. എവിടെയാ ഞാനെന്ന് ഒരു നിമിഷം അവൻ ആലോചിച്ചു പോയി. ചുറ്റും നോക്കിയപ്പോഴാണ് താൻ സ്വന്തം മുറിയിലാണെന്ന് അവന് മനസ്സിലായത്. പെട്ടെന്ന് ഇന്നലത്തെ കാര്യങ്ങൾ ഓരോന്നായി അവന്റെ ഓർമ്മയിലേക്ക് വരാൻ തുടങ്ങി. ഇന്നലെ തന്റെ വിവാഹമായിരുന്നു. പന്തലിൽ വെച്ചുണ്ടായ ആ ബഹളം, പിടിച്ചു നിൽക്കാൻ വേണ്ടി ആദ്യം അല്പം മദ്യപിച്ചത്, അത് പിന്നീട് കൈവിട്ടു പോയത്, എല്ലാം ഒരു മങ്ങിയ ചിത്രം പോലെ അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. പന്തലിൽ വെച്ച് താൻ ആരോടൊക്കെയോ തട്ടിക്കയറുന്നതും എല്ലാവരും തന്നെ ഒരുമാതിരി നോക്കുന്നതും ഓർമ്മ വന്നപ്പോൾ കിരണിന് സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കാൻ പോലും അറപ്പ് തോന്നി. ദൈവമേ, ഞാൻ എന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടിയത്? അവൻ തലയിൽ കൈവച്ച് കട്ടിലിൽ കുറച്ചുനേരം ഇരുന്നു പോയി. പെട്ടെന്നാണ് മീനാക്ഷിയെ അവൻ ഓർക്കുന്നത്. ഇന്നലെ താൻ താലി കെട്ടിയ പെണ്ണ്. ആ പാവത്തിന്റെ മുഖം ഓർമ്മ വന്നപ്പോൾ അവന്റെ നെഞ്ചിലൊരു പിടച്ചിലുണ്ടായി. സങ്കടം കൊണ്ടും പേടി കൊണ്ടും അവൾ കരയുന്നത് താൻ കണ്ടിരുന്നു. എന്നിട്ടും തനിക്ക് അവളോടൊന്നും മിണ്ടാൻ പോലും തോന്നിയില്ല. ബോധമില്ലാതെ കട്ടിലിൽ വന്ന് വീണത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ. മുറിയിലാകെ അവൻ നോക്കി. അവിടെ മീനാക്ഷി ഉണ്ടായിരുന്നില്ല. അവൾ എവിടെ പോയി കാണും? താൻ കാണിച്ച കോപ്രായങ്ങൾ കണ്ട് അവള് സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമോ? അതോ അമ്മ അവളെ എങ്ങോട്ടെങ്കിലും മാറ്റിയോ? ചോദ്യങ്ങൾ അവന്റെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടേയിരുന്നു. താൻ ചെയ്തതൊട്ടും ശരിയായില്ല എന്ന് അവന് തന്നെ തോന്നി. ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണ് താൻ ഇങ്ങനെ നശിപ്പിച്ചത്. ആകെ ടെൻഷനായി അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ തന്റെ ചുവന്ന് കലങ്ങിയ കണ്ണുകളും അലങ്കോലമായ മുടിയും കണ്ടു. വല്ലാത്തൊരു കുറ്റബോധം അവനെ വേട്ടയാടി. മീനാക്ഷി, അവൾക്ക് എന്നെ ഇപ്പോൾ വെറുപ്പായിരിക്കും, അവൻ സ്വയം പറഞ്ഞു. എന്തായാലും താഴെ ചെന്ന് അമ്മയോടും അച്ഛനോടും സംസാരിക്കണം. മീനാക്ഷിയോടൊന്ന് സംസാരിക്കണം. അവൻ വേഗത്തിൽ കുളി കഴിഞ്ഞ് ഒരു മുണ്ടും ഷർട്ടും എടുത്ത് ധരിച്ചു. മുടിയൊക്കെ ഒന്ന് ഒതുക്കി ചീകി. പുറത്തിറങ്ങാൻ ഒരു പേടി തോന്നിയെങ്കിലും മനസ്സുറപ്പിച്ചവൻ മുറിക്ക് പുറത്തിറങ്ങി പടികൾ ഇറങ്ങി താഴേക്ക് നടന്നു. ഓരോ ചുവടും വെക്കുമ്പോൾ കിരണിന്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. താഴെ അച്ഛനും അമ്മയും എന്തു പറയും? മീനാക്ഷി അവിടെ ഉണ്ടാകുമോ? അവൻ മെല്ലെ ഹാളിലേക്ക് ചെന്നു. വീടാകെ നിശബ്ദമായിരുന്നു. ആ നിശബ്ദതയ്ക്ക് ഒരു വലിയ ഭാരമുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കിരണിന്റെ നെഞ്ചിനുള്ളിൽ ഒരു പെരുമ്പറ കൊട്ടുകയായിരുന്നു. ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ അവന്റെ കാലുകൾക്ക് വല്ലാത്തൊരു ഭാരം തോന്നി. മുറ്റത്ത് പന്തൽ അയക്കുന്ന ശബ്ദം കേൾക്കാം. അവൻ മെല്ലെ ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നു. മുറ്റത്ത് അച്ഛനും വിപിനും പന്തൽ പണിക്കാരെ സഹായിക്കുകയായിരുന്നു. സാധാരണ ഏത് ചെറിയ കാര്യമുണ്ടായാലും എട കിരണേ എന്ന് വിളിച്ച് കൂടെ കൂട്ടുന്ന ആളാണ് വിപിൻ. പക്ഷേ ഇന്ന് വിപിൻ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അച്ഛനാകട്ടെ മുറ്റത്തെ ഓരോ കയറുകളും അഴിക്കുന്നതിനിടയിൽ കിരൺ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പോലും അറിയാത്ത മട്ടിൽ മുഖം തിരിച്ചു നിന്നു. അച്ഛാ, കിരൺ മെല്ലെ വിളിച്ചു. പക്ഷെ അച്ഛൻ അത് കേട്ടില്ല. തന്റെ മകൻ വരുത്തിയ നാണക്കേട് ആ അച്ഛന്റെ തോളുകളെ വല്ലാതെ തളർത്തിയിരുന്നു. പണിക്കാർക്കിടയിൽ വിപിൻ വല്ലാത്തൊരു ഗൗരവത്തിൽ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് കിരണിന്റെ കണ്ണുകൾ വിപിന്റെ കണ്ണുകളിൽ ഉടക്കിയെങ്കിലും വിപിൻ പെട്ടെന്ന് വെറുപ്പോടെ നോട്ടം മാറ്റി. സ്വന്തം സുഹൃത്തിൽ നിന്നും അച്ഛനിൽ നിന്നും കിട്ടിയ ആ അവഗണന കിരണിന്റെ ഉള്ളിൽ ഒരു മുള്ളുപോലെ തറച്ചു. അവിടെ നിൽക്കാൻ ധൈര്യമില്ലാതെ കിരൺ വീണ്ടും അകത്തേക്ക് കയറി. അവന്റെ കണ്ണുകൾ മീനാക്ഷിയെ തിരയുകയായിരുന്നു. എവിടെയായിരിക്കും അവൾ? മുറ്റത്തുണ്ടായിരുന്നില്ല. ഇനി അടുക്കളയിൽ ഉണ്ടാകുമോ? അവൻ വേഗം അടുക്കള ഭാഗത്തേക്ക് നടന്നു. അടുക്കളയിൽ അമ്മ പാത്രങ്ങൾ അടുക്കി വെക്കുന്ന ശബ്ദം കേൾക്കാം. കിരൺ വാതിലിനടുത്ത് ചെന്നു നിന്നു. അമ്മയ്ക്ക് അവൻ വന്നത് മനസ്സിലായി. പക്ഷെ അമ്മയൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അമ്മേ, അച്ഛൻ എന്താ ഞാൻ ചോദിച്ചിട്ടൊന്നും പറയാത്തത്? കിരൺ ദയനീയമായി ചോദിച്ചു. അമ്മ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. അമ്മ, മീനാക്ഷി എവിടെയെന്ന് ചോദിക്കാൻ അവന് നാവ് ഉയരുന്നുണ്ടായിരുന്നില്ല. അവൻ അടുക്കളയിലേക്ക് കഴുത്ത് നീട്ടി ഓരോ മൂലയിലും നോക്കി. പക്ഷെ മീനാക്ഷി അവിടെ കാണാനില്ല. അമ്മയുടെ ഗൗരവം കണ്ടപ്പോൾ കൂടുതലൊന്നും ചോദിക്കാനും അവന് കഴിഞ്ഞില്ല. അവൻ അവിടെ നിന്ന് മാറി ഹാളിലെത്തി. എല്ലായിടത്തേക്കും അവനൊന്ന് എത്തി നോക്കിയെങ്കിലും മീനാക്ഷി എവിടെയോ ഒളിച്ചിരിക്കുന്നത് പോലെ അവന് തോന്നി. അവൾക്ക് എന്നെ കാണാൻ പേടിയാണോ അതോ വെറുപ്പാണോ? അവന്റെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. കാണാൻ കൊതിക്കുന്ന ആ മുഖം എവിടെയും കാണാഞ്ഞപ്പോൾ കിരണിന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൻ നടുമുറ്റത്തേക്ക് ചെന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മുകളിലെ മുറിയിൽ നിന്ന് താൻ താഴേക്ക് വരുമ്പോൾ ആരെയും കണ്ടിരുന്നില്ലല്ലോ. അപ്പോൾ അവള് താഴെ എവിടെയോ ഉണ്ടാവണം. അവൻ വീണ്ടും ഓരോ മുറിയിലും ചെന്നു നോക്കി. ജനലിലൂടെ പുറത്തെ പറമ്പിലേക്കും തൊടിയിലേക്കും നോക്കി. എവിടെയും അവളുടെ നിഴൽ പോലുമില്ല.
താൻ താലി കെട്ടിയ പെണ്ണിനെ സ്വന്തം വീട്ടിൽ തന്നെ ഒളിച്ചു തിരയേണ്ടി വരുന്ന ആ അവസ്ഥ കിരണിനെ തളർത്തി കളഞ്ഞു. മീനാക്ഷി എന്നൊന്ന് ഉറക്കെ വിളിക്കാൻ അവന് തോന്നി. പക്ഷേ തൊണ്ടയിൽ വാക്കുകൾ കുടുങ്ങിപ്പോയി. എല്ലാവരും അവനെ ഒരു അപരാധിയെ പോലെ കാണുമ്പോൾ മീനാക്ഷിയെങ്കിലും ഒന്ന് കണ്ട് മാപ്പ് ചോദിക്കാൻ അവന്റെ മനസ്സ് വല്ലാതെ കൊതിച്ചു. ആ ഒരു നോട്ടത്തിനു വേണ്ടി അവൻ വീടാകെ അലഞ്ഞു നടന്നു. അവസാനം അവൻ വീണ്ടും മുറ്റത്തേക്ക് തന്നെ ചെന്നു. വിപിനെ ഒന്ന് നോക്കി. പന്തലിലെ ഓരോ തൂണുകളും അയച്ചു മാറ്റുമ്പോൾ വിപിന്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവമുണ്ടായിരുന്നു. പണിക്കാർക്ക് ഓരോ നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും അവൻ കിരൺ നിൽക്കുന്ന വശത്തേക്ക് നോക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല. പണികൾ ഏകദേശം അവസാനിക്കാറായപ്പോൾ വിപിൻ തന്റെ ബൈക്കിന്റെ താക്കോൽ എടുത്ത് മുറ്റത്തേക്ക് നടന്നു. കിരൺ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വീട്ടുകാർ കൈവിട്ടാലും വിപിൻ തന്നോട് സംസാരിക്കുമെന്ന് അവൻ കരുതി. അവൻ വേഗം വിപിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. വിപിനെ, എടാ നിക്കടാ. കിരൺ അവന്റെ കയ്യിൽ പിടിച്ചു. വിപിൻ ബൈക്കിനടുത്ത് നിന്നെങ്കിലും കിരണിന്റെ മുഖത്തേക്ക് നോക്കിയില്ല. എന്താ? അവൻ വളരെ ചുരുങ്ങിയ വാക്കിൽ ചോദിച്ചു. എടാ നീ എന്താ ഇങ്ങനെ? രാവിലെ തൊട്ട് ഞാൻ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. നീ എന്നെ ഒന്ന് നോക്കുന്നു പോലുമില്ലല്ലോ. പന്തലിലുണ്ടായ പ്രശ്നത്തിന് നീ എന്തിനാടാ എന്നോട് പിണങ്ങുന്നത്? കിരൺ വല്ലാത്തൊരു വിഷമത്തോടെ ചോദിച്ചു. വിപിൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അവന്റെ കണ്ണുകളിൽ ദേഷ്യം കൊണ്ട് തീ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അവൻ കിരണിനെ ഒന്ന് അടിമുടി നോക്കി. എനിക്കെന്തിനാടാ നിന്നോട് ദേഷ്യം? നിന്റെ ജീവിതം നശിപ്പിക്കാൻ നിനക്ക് അവകാശമുണ്ട്. പക്ഷെ അതിന് സാക്ഷിയായി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അത്രയേ ഉള്ളൂ, വിപിൻ പറഞ്ഞു. അതല്ലടാ, അച്ഛനും അമ്മയും എന്നെ കണ്ട ഭാവം നടിക്കുന്നില്ല. വീട്ടിലാകെ ഒരു മരണവീടിന്റെ അവസ്ഥയാ. നീ കൂടെ ഇങ്ങനെ കാണിച്ചാൽ ഞാൻ എങ്ങോട്ട് പോകും? കിരണിന്റെ സ്വരമിടറി. അത് കേട്ടതും വിപിന്റെ സമാധാനം നശിച്ചു. അവൻ കിരണിന്റെ ഷർട്ടിലെ കോളറിൽ ആഞ്ഞു പിടിച്ചു. പിന്നെ അവര് നിന്നെ പൂമാലയിട്ട് സ്വീകരിക്കണോടാ? ഒരു പെൺകുട്ടിയെ താലി കെട്ടി ഈ പടി കയറ്റി കൊണ്ടുവന്നിട്ട് ഇന്നലെ രാത്രി നീ കാട്ടിക്കൂട്ടിയത് നാട്ടുകാരൊക്കെ കണ്ടതല്ലേടാ? ആ പാവം മീനാക്ഷി നിന്നെ വിശ്വസിച്ചിറങ്ങി വന്നതല്ലേ അവള്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ ഇന്നലെ കാണിച്ച കോപ്രായങ്ങളൊന്ന് ഓർത്തു നോക്ക്. നിനക്ക് വല്ല ബോധവും ഉണ്ടായിരുന്നോ? കിരൺ അപ്പോൾ തല താഴ്ത്തി നിന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ മണ്ണിലേക്ക് വീണു. വിപിൻ നിർത്തിയില്ല. അവൻ അവന്റെ ഉള്ളിലെ ദേഷ്യം മുഴുവൻ പുറത്തെടുത്തു. എടാ, നിനക്ക് ഇപ്പോഴും ആ പഴയ കാര്യങ്ങൾ മറക്കാൻ പറ്റുന്നില്ല അല്ലേ? അശ്വതി, അവള് നിന്നെ തള്ളി കളഞ്ഞവളാടാ. നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മറ്റൊരാളെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാൻ തീരുമാനിച്ചവളാ അവള്. എന്നിട്ടും അവൾക്ക് വേണ്ടി നീ എന്തിനാടാ ഇങ്ങനെ ഉരുകുന്നത്? അശ്വതി പോയത് നിന്റെ വിധി. പക്ഷെ മീനാക്ഷിയോ, അവള് നിനക്ക് ദൈവം തന്ന നിധിയാടാ. കല്യാണം കഴിച്ച പെൺകുട്ടിയെ ഒരു കോമാളിയുടെ വേഷം കെട്ടിച്ച് മദ്യപിച്ച് പന്തലിൽ കിടന്ന് വഴക്കുണ്ടാക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? നിനക്ക് കുറച്ചെങ്കിലും വിവരമില്ലേ? കിരണിന്റെ ഉള്ളിൽ വിപിന്റെ വാക്കുകൾ ഓരോന്നും ഇടിത്തി പോലെ പതിച്ചു. എടാ, ഞാൻ മനഃപൂർവ്വം. കിരൺ എന്തോ പറയാൻ ശ്രമിച്ചു. നീ മനഃപൂർവ്വം ചെയ്തതല്ലായിരിക്കാം. പക്ഷെ നിന്റെ ആ ഒരു പ്രവൃത്തി കൊണ്ട് തകർന്നത് ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളാടാ. പാവം മീനാക്ഷി. ആ പ്രായത്തിലുള്ള വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ നിന്റെ മുഖത്ത് തുപ്പിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അവള് നിന്നെയും നിന്റെ അമ്മയെയും ഈ വീടിനെയും ഒക്കെ അത്രയ്ക്ക് സ്നേഹിച്ചതുകൊണ്ട് മാത്രം ആ സങ്കടമെല്ലാം ഉള്ളിലൊതുക്കി അതിവിടെ നിന്നു. എന്നിട്ട് നിനക്കൊരു കുലുക്കവുമില്ലല്ലോ. വിപിൻ ബൈക്കിൽ കയറിയിരുന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ അവൻ അവസാനമായി പറഞ്ഞു. നോക്ക് കിരണേ, നിന്നെ ഉപേക്ഷിച്ചു പോയവർക്ക് വേണ്ടിയല്ല നീ ജീവിക്കേണ്ടത്. നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. ആ മീനാക്ഷിയുടെ കണ്ണുനീര് വീണാൽ നീ ഒരിക്കലും ഗുണം പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കേ. നിനക്ക് ആ പാവം പെണ്ണിനെ വേണമെന്നുണ്ടെങ്കിൽ അവളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും പോയി മാപ്പ് ചോദിക്കേ. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകും. നിനക്കാ നഷ്ടം. അവള് പോയാ പിന്നെ നിനക്ക് അശ്വതിയും കാണില്ല, പിന്നെ ഭാര്യയും കാണില്ല. അവന്റെ ഒരു കൊശ്വതി. വിപിൻ വണ്ടി തിരിച്ച് വേഗത്തിൽ ഓടിച്ചു പോയി. വിപിൻ പോയതിനു ശേഷം കിരൺ ആ മുറ്റത്ത് തന്നെ തറഞ്ഞു നിന്നുപോയി. അവൻ പറഞ്ഞ ഓരോ വാക്കും കിരണിന്റെ ഉള്ളിൽ ഒരു കടൽ പോലെ ഇരമ്പിക്കൊണ്ടിരുന്നു. അവൻ അപ്പോൾ ആലോചിച്ചു. അതെ, വിപിൻ പറഞ്ഞത് എത്ര സത്യമാണ്. അശ്വതി, അവൾക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവൾ എന്റെ കൂടെ ഇറങ്ങി വരില്ലായിരുന്നോ? എന്നേക്കാൾ വലുത് അവൾക്ക് അവളുടെ ജാതിയും അന്തസ്സുമായിരുന്നില്ലേ? നമ്മുടെ ജാതികൾ തമ്മിൽ ചേരില്ല കിരണേ. വീട്ടുകാരെ വിഷമിപ്പിച്ച് എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റില്ല എന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞപ്പോൾ തകർന്നു പോയത് താനല്ലേ? കിരൺ മെല്ലെ മുറ്റത്തെ ആ പഴയ മാവിൻ ചുവട്ടിലേക്ക് നടന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്നെ വേണ്ട എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ കൈപിടിച്ചു പോകാൻ നിൽക്കുന്നവൾക്ക് വേണ്ടിയാണോ ഞാൻ ഇന്നലെ ഈ കാണിച്ചു കൂട്ടിയത്? അവൾ ഇപ്പോൾ അവളുടെ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുകയാവും. എന്നിട്ടും ഞാൻ എന്തിനാ അവളെ ഓർത്ത് ഇങ്ങനെ ഉരുകുന്നത്? അവളെ ഓർത്ത് മദ്യപിച്ച് എന്റെ ജീവിതം നശിപ്പിക്കുന്നത് എന്തിനാ? അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നി. അശ്വതി എന്നെ ഉപേക്ഷിച്ചത് അവളുടെ ഇഷ്ടമായിരുന്നു. പക്ഷേ മീനാക്ഷി, അവൾ എന്റെ കൂടെ ജീവിക്കാൻ വന്നവളല്ലേ? ജാതിയോ മതമോ ഒന്നും നോക്കാതെ വീട്ടുകാര് പറഞ്ഞുകൊടുത്ത ആ ഒറ്റ വിശ്വാസത്തിന്റെ പേരിൽ എന്റെ മുൻപിൽ കഴുത്ത് നീട്ടിയ പാവം പെൺകുട്ടി. പന്തലിൽ വെച്ച് ഞാൻ ബഹളമുണ്ടാക്കിയപ്പോൾ, മദ്യപിച്ച് ലക്കുകെട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടിയപ്പോൾ ആ പെണ്ണ് അനുഭവിച്ച വേദന എത്രയായിരിക്കും? കിരൺ തന്റെ നെഞ്ചിലൊന്ന് കൈവച്ചു. അവിടെ വല്ലാത്തൊരു നീറ്റൽ അവന് തോന്നി. ഇല്ല, ഇട്ടിട്ടു പോയവൾക്ക് വേണ്ടി കരയാൻ ഇനി ഞാനില്ല.
എന്നെ വേണ്ടാത്തവൾക്ക് വേണ്ടി എന്തിനാ ഞാൻ ഇങ്ങനെ കുടിച്ചു നശിക്കുന്നത്? എനിക്ക് വേണ്ടി മാത്രം ഈ വീട്ടിൽ നിൽക്കുന്ന എന്റെ പെണ്ണിനെ ഞാനിനി സ്നേഹിക്കും. അവൾക്ക് വേണ്ടിയാണ് ഞാനിനി ജീവിക്കേണ്ടത്. അവൻ വേഗത്തിൽ അവന്റെ കണ്ണുനീർ തുടച്ചു. വിപിൻ പറഞ്ഞതുപോലെ മീനാക്ഷിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും മാപ്പ് ചോദിക്കണം. അവളുടെ ആ തളർന്ന മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തണം. പഴയ ഓർമ്മകളെല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു മനുഷ്യനായി അവൻ വീടിനുള്ളിലേക്ക് കയറി. മീനാക്ഷിയെ കാണാൻ അവന്റെ ഹൃദയം വല്ലാതെ കൊതിക്കുന്നുണ്ടായിരുന്നു. കിരൺ അകത്തേക്ക് കയറുമ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത്. നോക്കുമ്പോൾ അത് വിപിനായിരുന്നു. കിരൺ വേഗത്തിൽ ഫോൺ എടുത്തു. എടാ, ഞാൻ നിന്നോട് കാണിച്ച ദേഷ്യമൊന്നും നീ കാര്യമാക്കണ്ട. സന്തോഷത്തോടെ ജീവിക്കടാ. അതല്ലേ ഞങ്ങൾക്കൊക്കെ കാണേണ്ടത്. അശ്വതിക്ക് നീ വെറും ഒരു കളിപ്പാട്ടമായിരുന്നു കിരണേ. പക്ഷേ മീനാക്ഷിക്ക് നീ അവളുടെ ലോകമാണ്. വിപിൻ ഒരിക്കൽ കൂടി അത് പറഞ്ഞു ഫോൺ വെച്ചു. അവൻ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം കിരണിന്റെ ഓർമ്മയിൽ ആ വാക്കുകൾ തുളച്ചു കയറി. അതിലെ ഓരോ വാക്കും അവന്റെ ഹൃദയത്തിൽ ചെന്ന് തറച്ചു. അശ്വതിക്ക് നീ വെറും ഒരു കളിപ്പാട്ടമായിരുന്നു. പക്ഷേ മീനാക്ഷിക്ക് നീ അവളുടെ ലോകവും. വിവരമില്ലാതെ കാട്ടിക്കൂട്ടിയതൊക്കെ ഓർത്തപ്പോൾ കിരണിന് സ്വന്തം മുഖം ചുവരിലിടിച്ച് പൊട്ടിക്കാനാണ് തോന്നിയത്. തന്റെ കൂടെ മരിക്കാനും ജീവിക്കാനും തയ്യാറായി വന്ന ആ പാവം മീനാക്ഷി. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണ് താൻ നശിപ്പിച്ചത്. എനിക്ക് മീനാക്ഷിയെ കാണണം, അവളോട് മാപ്പ് ചോദിക്കണം, കിരൺ സ്വയം പറഞ്ഞു. അവൻ വേഗത്തിൽ പടികൾ കയറി അകത്തേക്ക് ചെന്നു. വീടിനുള്ളിൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. ഹാളിലെത്തിയപ്പോൾ തന്നെ അടുക്കള ഭാഗത്തു നിന്ന് സംസാരം കേട്ടു. അത് അമ്മയായിരുന്നു. കിരൺ പെട്ടെന്ന് അവിടുത്തെ വലിയ തേക്കിൻ തടിയുടെ തൂണിന്റെ മറവിൽ പതുങ്ങി നിന്നു. നേരിട്ട് ചെന്ന് അവളുടെ മുഖത്ത് നോക്കാൻ അവന് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. അമ്മ അടുക്കളവാതിലിനടുത്ത് നിന്ന് മീനാക്ഷിയോട് പറയുകയായിരുന്നു. മോളെ, അമ്മ ഈ പലഹാരപ്പൊതികളൊക്കെ ഒന്ന് അയൽപ്പക്കത്തെ വീടുകളിൽ കൊടുത്തിട്ട് വരാട്ടോ. കല്യാണം കഴിഞ്ഞതല്ലേ, അവർക്കൊക്കെ ഒന്ന് കൊടുക്കുന്നത് നമ്മുടെ മര്യാദയല്ലേ. മോളൊന്നും പേടിക്കണ്ട കേട്ടോ. കിരണ് മുകളിലേക്ക് പോയി കാണും. അവൻ ഇനി താഴേക്ക് വരില്ല. മോള് പതുക്കെ ഒന്ന് കിടന്ന് വിശ്രമിക്ക്. പിന്നെ ദാ ഈ അടുപ്പിൽ വെള്ളം തിളച്ചു കഴിഞ്ഞാൽ മോൾ ആ വിറകുകളൊന്ന് പതുക്കെ പുറത്തേക്ക് വലിച്ചിട്ടേക്കണം. അല്ലെങ്കിൽ വെള്ളം വറ്റിപ്പോകും. കരിങ്ങാലി വെള്ളമാണ്, ദാഹിക്കുമ്പോ കുടിച്ചോളൂ ട്ടോ. അമ്മ ദാ ഇപ്പൊ ഓടി വരാം. അമ്മയുടെ ഓരോ വാക്കും കേട്ട് മീനാക്ഷി പതുക്കെ തലയാട്ടി. അവൾക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. അമ്മ ഉമ്മറത്തേക്ക് നടന്നു പോകുന്ന ശബ്ദം കിരൺ കേട്ടു. അമ്മ പടിയിറങ്ങി പോയി എന്ന് ഉറപ്പായതും കിരണിന്റെ ഉള്ളിൽ ഒരു വെപ്രാളം തുടങ്ങി. അവൻ കുറച്ചുനേരം അവിടെ തന്നെ നിന്നു. പിന്നെ മെല്ലെ തൂണിന്റെ മറവിൽ നിന്ന് പുറത്തേക്ക് വന്നു. അടുക്കളയുടെ വാതിലിനടുത്തെത്തിയപ്പോൾ അവൻ വീണ്ടും ഒന്ന് നിന്നു. മീനാക്ഷി അപ്പോൾ തറയിൽ ഇരിക്കുകയായിരുന്നു. പുകയെടുപ്പിന് മുന്നിൽ നിന്ന് അവൾ വിറകുകൾ ഓരോന്നായി പുറത്തേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. അവളുടെ ഓരോ ചലനത്തിലും വല്ലാത്തൊരു ക്ഷീണമുണ്ടായിരുന്നു. ഇന്നലെ മുഴുവൻ കരഞ്ഞു തീർത്തതിന്റെ തളർച്ച അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. പുക കണ്ണിൽ തട്ടാതിരിക്കാൻ അവൾ ഇടയ്ക്കിടെ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട്. പെട്ടെന്നാണ് കിരണിന്റെ കണ്ണുകളിൽ ഒരു ഞെട്ടലുണ്ടായത്. മീനാക്ഷി അതറിയുന്നുണ്ടായിരുന്നില്ല. അവൾ ഇരിക്കുന്നതിന്റെ തൊട്ടു പിന്നിലെ അടുപ്പിൽ കനലുകൾ ആളിക്കത്തുന്നുണ്ടായിരുന്നു. അവളുടെ ചുരിദാറിന്റെ ഒരറ്റം ആ കനലിലേക്ക് ഊർന്നു വീണു. ഒരു നിമിഷം കൊണ്ട് ആ പട്ടുനൂലുകളിൽ തീ പടർന്നു. മീനാക്ഷി, മാറുമോളെ അവിടുന്ന്! കിരൺ സർവശക്തിയും എടുത്തലറി. പെട്ടെന്നുള്ള ശബ്ദം കേട്ട് പരിഭ്രമിച്ച് മീനാക്ഷി തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും തീ അവളുടെ പുറകിലൂടെ ചുരിദാറിലേക്ക് പടർന്നു കഴിഞ്ഞിരുന്നു. ഒരു നിമിഷം കൊണ്ട് അഗ്നിജാലകൾ ആളിപ്പടർന്നു. അവൾ എഴുന്നേറ്റ് ഓടാൻ നോക്കിയെങ്കിലും തീ ആവേശത്തോടെ വസ്ത്രത്തിലേക്ക് പടർന്നു കയറി. അമ്മയെ രക്ഷിക്കണേ! അവൾ നിലവിളിച്ചു. പരിഭ്രമം കാരണം അവൾ അടുക്കളയുടെ മൂലയിലേക്ക് ഒതുങ്ങാനാണ് നോക്കിയത്. അതോടെ തീ കൂടുതൽ ആളി. കിരൺ അപ്പോൾ മിന്നൽ വേഗത്തിൽ അകത്തേക്ക് പാഞ്ഞു കയറി. കൺമുന്നിൽ തന്റെ പെണ്ണ് കത്തിയെരിയുന്നത് അവന് സഹിക്കാനായില്ല. അടുക്കളയുടെ മൂലയിൽ ഇരുന്നിരുന്ന ഒരു പഴയ നനഞ്ഞ ചാക്ക് അവൻ കയ്യിലെടുത്തു. ഒരൊറ്റ കുതിപ്പിന് അവൻ അവളുടെ അരികിലെത്തി. മീനാക്ഷി, പേടിക്കണ്ട എന്നുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ ആ ചാക്ക് കൊണ്ട് അവളുടെ ദേഹം മുഴുവൻ പൊതിഞ്ഞു. തീ അണയ്ക്കാൻ അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് മുറുക്കി പിടിച്ചു. തീയുടെ ചൂട് കിരണിന്റെ കൈകളിലും ഷർട്ടിലും തട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ അവന് സ്വന്തം വേദനയേക്കാൾ വലുത് അവളെ രക്ഷിക്കുക എന്നതായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട മീനാക്ഷി കിരണിന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവൾ അവന്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ച് കരയുകയായിരുന്നു. പുകയുടെയും കരിഞ്ഞ വസ്ത്രത്തിന്റെയും മണം അവിടെ നിറഞ്ഞു. കിരൺ അപ്പോഴും പിടിവിട്ടില്ല. അവൻ അവളെ തന്റെ ശരീരത്തോട് ചേർത്ത് അമർത്തി പിടിച്ചു. ആ നനഞ്ഞ ചാക്കിനുള്ളിൽ ശ്വാസം മുട്ടി തീനാളങ്ങൾ പതുക്കെ അണഞ്ഞുപോയി. കട്ടിയുള്ള ഡ്രസ്സായതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിലേക്ക് തീപ്പൊള്ളലേറ്റില്ല. ചുറ്റുമുള്ള പുക പതുക്കെ അടങ്ങിയപ്പോഴും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അങ്ങനെ തന്നെ നിന്നുപോയി. തന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന മീനാക്ഷിയുടെ ഹൃദയമിടിപ്പ് കിരണിന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. കിരൺ പതുക്കെ ചാക്ക് മാറ്റി നോക്കി. അവളുടെ ചുരിദാറിന്റെ പകുതി ഭാഗവും കത്തിപ്പോയിരുന്നു. മീനാക്ഷി, നോക്കിയേ, തീ അണഞ്ഞു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കിരൺ വേഗത്തിൽ അവളുടെ ഡ്രസ്സും ദേഹവും ഒക്കെ ഒന്ന് നോക്കി. ഒന്നും പറ്റിയിട്ടില്ല. അടുപ്പിനടുത്ത് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. അവന്റെ കണ്ണുകളിൽ നിന്നപ്പോൾ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അവളുടെയും.
തീ അണഞ്ഞെങ്കിലും മീനാക്ഷിയുടെ കിതപ്പ് മാറിയിരുന്നില്ല. മരണത്തിന്റെ തണുപ്പിൽ നിന്നും ആരോ പിടിച്ചുയർത്തിയതുപോലെ അവൾ വിറച്ചുകൊണ്ടിരുന്നു. കിരൺ ഒരു നിമിഷം പോലും കളഞ്ഞില്ല. അവൻ അവളെ താങ്ങിപ്പിടിച്ച് അടുക്കളയിലെ ചെറിയ തടിക്കസേരയിലേക്ക് ഇരുത്തി. വിറയ്ക്കുന്ന കൈകളോടെ അടുത്തുണ്ടായിരുന്ന സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം പകർന്ന് അവൻ അവളുടെ ചുണ്ടുകളോട് ചേർത്തു വെച്ചു. കുടിക്ക് മീനാക്ഷി, പതുക്കെ കുടിക്ക്, പേടിക്കണ്ട, ഞാൻ വന്നില്ലേ. കിരണിന്റെ ശബ്ദം വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ വെള്ളം കുടിച്ചു. ശ്വാസം നേരെ വീണപ്പോൾ കിരൺ പെട്ടെന്ന് മുട്ടുകുത്തി അവളുടെ കാൽക്കൽ ഇരുന്നു. അവളുടെ കരിഞ്ഞ ചുരിദാറിന്റെ ഭാഗങ്ങൾ അവൻ വെപ്രാളത്തോടെ നീക്കി നോക്കി. നിന്റെ കാലിനൊന്നും പറ്റിയില്ലല്ലോ മോളെ, പൊള്ളിയോ, എവിടെയെങ്കിലും നീറ്റലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അവളുടെ കാലുകളിൽ പൊള്ളലേറ്റോ എന്ന് അവൻ വീണ്ടും വീണ്ടും പരിശോധിച്ചു. മീനാക്ഷി ഒന്നും മിണ്ടിയില്ല. അവൾ അമ്പരപ്പോടെ തന്റെ ഭർത്താവിനെ തന്നെ നോക്കുകയായിരുന്നു. ഇന്നലെ കണ്ട ആ ദേശക്കാരനായ മദ്യപിച്ച് ലക്കുകെട്ട കിരണിനെ ആയിരുന്നില്ല അവൾ അപ്പോൾ കാണുന്നത്. മറിച്ച് തന്റെ ജീവൻ രക്ഷിക്കാൻ ഓടി വന്ന, തന്റെ ഒരു ചെറിയ പോറൽ പോലും സഹിക്കാനാവാത്ത ഒരു പാവം മനുഷ്യനെയാണ്. അവന്റെ കണ്ണുകളിലെ ആ സങ്കടം കണ്ടപ്പോൾ മീനാക്ഷിയുടെ ഉള്ളിലെ എല്ലാ പരിഭവങ്ങളും അലിഞ്ഞുപോയി. തന്നെ അവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് ആ നോട്ടത്തിൽ നിന്ന് മനസ്സിലായി. അവൾ മെല്ലെ കിരണിന്റെ കൈകളിൽ തൊട്ടു. വിറയ്ക്കുന്ന സ്വരത്തിൽ അവൾ അവനോട് ചോദിച്ചു, ഏട്ടൻ എന്നെ ഇഷ്ടമാണോ? ആ ചോദ്യം കിരണിന്റെ ചങ്ക് തകർത്ത് കളഞ്ഞു. അവനൊന്നും ആലോചിച്ചില്ല. അവളെ വാരിപ്പുണർന്ന് തന്റെ നെഞ്ചിലേക്ക് ചേർത്തു വെച്ചു. അവളുടെ നെറ്റിയിൽ ആർദ്രമായി ഉമ്മ വെച്ചുകൊണ്ട് അവൻ തേങ്ങി കരഞ്ഞു. ഇഷ്ടമാണ് മീനാക്ഷി, ജീവനാണ്. എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്, എന്നോട് ക്ഷമിക്ക്. അവൻ അവളുടെ തോളിൽ മുഖം ചായ്ച്ച് കരഞ്ഞു. അല്പനേരത്തിന് ശേഷം അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ഹൃദയം തുറന്ന് വീണ്ടും പറഞ്ഞു, മീനാക്ഷി, എന്റെ മനസ്സിൽ ഒരാളുണ്ടായിരുന്നു, അശ്വതി. അവളെ ഞാൻ ജീവനെ പോലെ സ്നേഹിച്ചതാ. പക്ഷേ അവൾ എന്നെ ചതിച്ചു. ജാതിയുടെ പേരും പറഞ്ഞ് എന്നെ വേണ്ടെന്ന് വെച്ച് അവൾ പോയപ്പോൾ എനിക്കത് താങ്ങാനായില്ല. ആ സങ്കടം മറക്കാൻ വേണ്ടിയാണ് ഞാൻ മദ്യപിച്ചു തുടങ്ങിയത്. പിന്നെ മദ്യമില്ലാതെ എനിക്ക് പറ്റില്ല എന്ന അവസ്ഥയായി. കിരൺ ഒന്ന് നിർത്തി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വീണ്ടും തുടർന്നു. ഇന്നലെ പന്തലിൽ വെച്ചുണ്ടായ പ്രശ്നങ്ങൾക്കും കാരണം അതായിരുന്നു. അവളുടെ മുഖം ഓർമ്മ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം മാറ്റാൻ വേണ്ടി ഞാൻ കുടിച്ചു. പക്ഷേ ആ മദ്യക്കുപ്പി എനിക്ക് ഒരു ബോധവും തന്നില്ല മീനാക്ഷി. അശ്വതി എന്റെ ഒന്നുമല്ലെന്നും എന്റെ ജീവനും ജീവിതവും ഇനി നീയാണെന്നുമുള്ള വലിയ സത്യം ആ ലഹരിയിൽ ഞാൻ മറന്നുപോയി. ഒന്നും അറിയാത്ത നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു. ഇപ്പോൾ ഓർക്കുമ്പോൾ അറിയാം, ഒന്നും അറിയാത്ത നീ എന്ത് പിയച്ചു മോളെ. കിരണിന്റെ വാക്കുകൾ മീനാക്ഷിയുടെ മനസ്സിൽ അമൃതായി പെയ്തിറങ്ങി. ഇപ്പോൾ എനിക്ക് ആ തിരിച്ചറിവുണ്ട് മീനാക്ഷി. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിഷമിപ്പിക്കില്ല. എന്റെ ഈ ജീവൻ ഉള്ളിടത്തോളം കാലം നിന്നെ ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കും. അവൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അവന്റെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ കേട്ട് മീനാക്ഷിയുടെ ഉള്ളിലെ സങ്കടക്കടൽ ഇരമ്പി ആർത്തു വന്നു. താൻ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിച്ച നിമിഷങ്ങൾ ഇതാ തന്റെ മുന്നിൽ സത്യമായിരിക്കുന്നു. കിരൺ അവളെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവന്റെ നെഞ്ചിന്റെ ചൂട് മീനാക്ഷിയെ ഒരു കവചം പോലെ പൊതിഞ്ഞു. അവളുടെ വിറയൽ അപ്പോഴും മാറിയിട്ടില്ലായിരുന്നു. കിരൺ അവളുടെ തലമുടിയിൽ വിരലുകൾ ഓടിച്ചു. ഓരോ നിശ്വാസത്തിലും അവൻ തന്റെ പ്രായശ്ചിത്തം അറിയിച്ചുകൊണ്ടിരുന്നു. എന്റെ നെഞ്ചിൽ ഇനി നിനക്ക് മാത്രമായിരിക്കും സ്ഥാനം. ഇവിടെ ഇപ്പോ നീ മാത്രമേ ഉള്ളൂ. മദ്യത്തിന്റെ ലഹരിയേക്കാളൊക്കെ വലിയൊരു ലഹരി ജീവിതമാണെന്ന് ഇപ്പോ എനിക്കറിയാം മോളെ. എന്നോട് ക്ഷമിക്കും മോളെ. അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർന്നു. മരണത്തിന്റെ വക്കിൽ നിന്ന് തന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന അവന്റെ കൈകളിൽ മീനാക്ഷി അപ്പോൾ മുറുകെ പിടിച്ചു. അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി തേങ്ങി കരഞ്ഞു. ആ കണ്ണുനീർ കിരണിന്റെ ഷർട്ടിനെ നനച്ചു. പക്ഷേ ആ കണ്ണുനീരിനപ്പോൾ കയ്പില്ലായിരുന്നു. താൻ തനിച്ചല്ലെന്നും തനിക്കായി കരുതലോടെ ഒരാളുണ്ടെന്നുമുള്ള തിരിച്ചറിവിന്റെ മധുരമായിരുന്നു അതിന്. അവർ രണ്ടുപേരും പരസ്പരം ലയിച്ചു ചേർന്ന് നിൽക്കുമ്പോൾ ആ വീടിന്റെ അടുക്കളയ്ക്ക് പോലും ഒരു മനോഹാരിത വന്നു ചേരുകയായിരുന്നു. ഈ കാഴ്ചയെല്ലാം കണ്ട് അടുക്കളയുടെ പുറകിലെ വാതിലിനടുത്ത് തറഞ്ഞു നിൽക്കുകയായിരുന്നു അമ്മയപ്പോൾ. അയൽപ്പക്കത്ത് കൊടുക്കാൻ കൊണ്ടുപോയ പലഹാരപ്പൊതികളിൽ ബാക്കി അവരുടെ കയ്യിൽ നിന്നും താഴെ വീണുപോയി. ഒരു പാത്രം വീഴുന്ന ശബ്ദം കേട്ട് പേടിച്ചോടി വന്നതായിരുന്നു അമ്മ. പക്ഷേ ഉള്ളിൽ കണ്ട കാഴ്ച അമ്മയുടെ ഹൃദയം നിറച്ചു. തന്റെ മോൻ ഒരു പുതിയ മനുഷ്യനായി മാറുന്നത് അമ്മ നേരിട്ട് കാണുകയായിരുന്നു. പഴയ പ്രണയത്തിന്റെ കയ്പും മദ്യത്തിന്റെ ലഹരിയും തന്റെ മോനെ കാർന്നു തിന്നുന്നത് കണ്ട് തകർന്നു പോയ ഒരമ്മയായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ ആളിപ്പടർന്ന ഒരു കുഞ്ഞു തീയിൽ വെന്ത് അവന്റെ ഉള്ളിലെ സകല മാലിന്യങ്ങളും ഇല്ലാതായിരിക്കുന്നു. മീനാക്ഷി അവൻ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മയുടെ ഉള്ളിൽ വല്ലാത്തൊരു കുളിർമ പടർന്നു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് വേദന കൊണ്ടായിരുന്നില്ല, തന്റെ പ്രാർത്ഥനകൾ ദൈവം കേട്ടതിന്റെ സന്തോഷം കൊണ്ടായിരുന്നു. നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ മറയ്ക്കാൻ അവർ തന്റെ സാരിത്തുമ്പ് കൊണ്ട് മുഖം പൊത്തി. അമ്മ മെല്ലെ വാതിൽക്കൽ നിന്ന് പിൻവാങ്ങി. അവർക്കിടയിലേക്ക് അപ്പോൾ കടന്നു ചെല്ലാൻ ആ അമ്മ ആഗ്രഹിച്ചില്ല. സ്നേഹം കൊണ്ടും തിരിച്ചറിവ് കൊണ്ടും അവർ പുതിയൊരു ജീവിതം പണിയട്ടെ എന്ന് മാത്രം അവർ ആഗ്രഹിച്ചു.
കിരണും മീനാക്ഷിയും അപ്പോൾ മുഖത്തോട് മുഖം നോക്കി. മീനാക്ഷിയുടെ ചുണ്ടിൽ അപ്പോൾ ഒരു ചെറിയ ചിരി ഉണ്ടായിരുന്നു. കിരൺ അപ്പോൾ പതുക്കെ അവളുടെ മുഖം തന്റെ കൈവെള്ളയിലെടുത്തു. രണ്ടുപേരും കുറച്ചുനേരം പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ആ നിമിഷം അവരുടെ ശ്വാസം ഒന്നായി മാറുകയായിരുന്നു. കിരൺ മെല്ലെ തലതാഴ്ത്തി അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിൽ അവന്റെ ചുണ്ടമർത്തിക്കൊണ്ട് അവന്റെ പ്രണയത്തിന്റെ മുദ്ര ചാർത്തി. ആ ചുംബനത്തിൽ മാപ്പ് ചോദിക്കലുണ്ടായിരുന്നു. ഒപ്പം ഇനിയുള്ള കാലം കൂടെ ഉണ്ടാകുമെന്ന ഉറച്ച വാഗ്ദാനവും.